പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ കുറയ്ക്കല്ലേ ചെയ്യുന്നവര്. പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോ സപ്ലൈ കുറയും, അപ്പൊ ഡിമാൻഡ് കൂടിയില്ലേ? സോറി, അപ്പൊ Capitalists are the champions of self-defeating arguments. അതെ, മനസ്സിലായി. ഇപ്പൊ ഈ പറയുന്ന മല്ലു ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നവന് അടുത്ത 5 കൊല്ലം ശമ്പളം കൂടിയില്ലെന്ന് വിചാരിച്ചോ? സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്, ഞാൻ വേസ്റ്റ് ആന്ന് പറയും, വീട്ടിലിരിക്കും. ഇല്ല, ഇവൻ പോയി സമരത്തിന് ഇറങ്ങും. എനിക്ക് ശമ്പളം കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ സമരത്തിന് ഇറങ്ങും. ഈ ന്യൂ ലിബറൽ കാലഘട്ടത്തിൽ ഞങ്ങൾ സ്വയം മുതലാളിമാരായി എന്ന് തെറ്റിദ്ധരിച്ച കുറെ IT വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു മറ്റേ ഗൂഗിളിൽ മാർക്സിന്റെ കോഡ്സ് അടിക്കുമ്പോൾ മറ്റേ പിൻട്രസ്റ്റിൽ കാണുന്ന 4 കോഡ്സ് ഒഴിച്ചാൽ മറ്റൊന്നും മാർക്സിൻ്റെതായത് വായിക്കാത്ത ആളുകളാണ് ഈ മാർക്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വാട്സപ്പിൽ വരുന്നത്. ലിറ്ററലി കേശവൻ അമ്മാവന്മാരെന്ന് ഇവരെ നമുക്ക് വിളിക്കാൻ പറ്റൂ? ഒരു ബുക്ക് പോലും ഒരു മാർക്സ് വായിച്ചത് അല്ല എഴുതിയത് വായിച്ചിട്ടില്ല. മാർക്സിന്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ വിമർശകരായ പലര് പോലും മാർക്സിന്റെ കൃതികൾ വായിച്ചിട്ടല്ല, മറിച്ച് മാർക്സിനെ ക്രിട്ടിക് ചെയ്തുകൊണ്ട് ഈ കാൽ പോപ്പർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറെ ആളുകൾ എഴുതിയ പുസ്തകങ്ങളെ എന്താ പറയാ, അതിന്റെ റഫ് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടാണ് ഇവരൊക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഫ്രീഡം സ്പീക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മല്ലു ക്യാപിറ്റലിസ്റ്റ് ജിഷ്ണു കുറച്ച് നാളായിട്ട് ഈ നേഴ്സുമാരുടെ പുറകിലാണ്, നേഴ്സുമാരുടെ സമരത്തിന്റെ പുറകിലാണ്. അപ്പൊ അതിന്റെ കുറെ വീഡിയോ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പൊ അതിനെതിരെ നമ്മുടെ റിഡക്റ്റോ ചാനൽ റിയാക്ട് ചെയ്തു എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ നമുക്ക് ഒരാൾ അയച്ചേരിയുണ്ടായി. അപ്പോ മല്ലു ക്യാപിറ്റലിസ്റ്റ് ഒരു കാര്യം പറഞ്ഞു നേഴ്സുമാരുടെ ശമ്പളത്തിനെ പറ്റിയിട്ടൊക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് റിഡക്റ്റോട് ഒരാൾ ചോദിക്കുകയും അതിനുള്ള റിഡക്റ്റോയുടെ ഉത്തരവാണ്. അപ്പോ അതിനകത്ത് പറയുന്നത് എന്താണ്, മല്ലു ക്യാപിറ്റലിസ്റ്റിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകളുടെ സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള വാദങ്ങളാണ് മൊത്തം എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മല്ലു ക്യാപിറ്റലിസ്റ്റ് ഇതേപോലെ അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ സമരം ചെയ്യാതിരിക്കില്ല, പോയി സമരം ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ കണ്ടില്ലേ ജിഷ്ണു, ആ വീഡിയോ കണ്ടിരുന്നല്ലോ അല്ലേ? കണ്ടു. Okay, അടുത്ത question. The Mallu capitalist said that the protest to increase wages of nurses is waste because wage is determined by supply and demand, not by time and effort. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ കുറയ്ക്കല്ലേ ചെയ്യുന്നവര്. അല്ല, പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോ സപ്ലൈ കുറയും, അപ്പൊ ഡിമാൻഡ് കൂടിയില്ലേ? സോറി, അപ്പൊ പ്രൈസ് കൂടിയില്ലേ? പ്രൈസ് കൂടുതലാണ്. ലോജിക്ക് നിങ്ങളെ ലേബർ Capitalists are the champions of self-defeating arguments. അവര് എത്രത്തോളം സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് പോലും അറിയില്ല. അതായത് എല്ലാരും സമരത്തിന് വരുമ്പോ, സ്ട്രൈക്ക് നടക്കുമ്പോൾ സാധാരണ സപ്ലൈ കുറയല്ലേ ചെയ്യുന്നത്, അപ്പോ ഡിമാൻഡ് കൂടണ്ടേ, പ്രൈസ് കൂടണ്ടേ എന്നുള്ളതാണ് അവരുടെ $1 million ക്വസ്റ്റ്യൻ. നമ്മൾ ആ കാര്യത്തെ അതല്ലല്ലോ ഇവിടുത്തെ സിറ്റുവേഷൻ. നമ്മള് സ്ട്രൈക്ക് നടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ആള് പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുമ്പോൾ സപ്ലൈ കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം മാർക്കറ്റ് ആസ് എ ഹോൾ ഓവർ സപ്ലൈ കാരണം ആളുകൾക്ക് ഡിമാൻഡ് ഇല്ല. ഇവരെ അണ്ടർ കട്ട് ചെയ്തിട്ട് ഒരാളുടെ പ്രൈസിനെ അണ്ടർ കട്ട് ചെയ്തിട്ട് ബിഡ് ചെയ്യാൻ വേറെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് പ്രൈസ് കുറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഈ ഇവര് പറയണത് പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇപ്പൊ 1000 പേര് പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ ജോലി ചെയ്യാനില്ല. അപ്പൊ 1000 പേരെ അല്ലെ, അത്രയും ആൾക്കാർ എണ്ണം കുറഞ്ഞപ്പോ അത് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം. അത് ഇതുപോലും നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം. അതെ, അതാണ് അവരുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ആക്ച്വലി സപ്ലൈ കുറയ്ക്കാം. അപ്പൊ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ ഇല്ലാതാകുന്നത് കൊണ്ടല്ല ഈ അങ്ങനെയല്ല സപ്ലൈ ആൻഡ് ഡിമാൻഡ് വർക്ക് ആവുന്നത്. അതാണ് അവിടുത്തെ അവര് മനസ്സിലാക്കാതെ പോകുന്നതിന്റെ പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സമരം എത്ര നാള് പോകും അല്ലെങ്കിൽ കുറച്ച് നാളെ പോവുള്ളൂ എന്നും അവർക്കറിയാം, ഈ ജോലി കൊടുക്കുന്ന ആൾക്കാർക്കറിയാം. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള ലേബർ ഫോഴ്സിലുള്ള ബാക്കിയുള്ളവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് കിട്ടും എന്നുള്ളതൊക്കെ. ഇപ്പം ഈ നേഴ്സുമാര് പോയി കഴിഞ്ഞാൽ വേറെ ആരെയും കിട്ടുന്നില്ല എങ്കിലാണ് ഇവർക്ക് പ്രശ്നം. ഇപ്പൊ ഇവര് സമരം ചെയ്താലും കുഴപ്പമില്ലാത്തെന്ന് പറഞ്ഞാൽ അത്രയും സപ്ലൈ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് അവിടെ തെളിയുന്നത്. അത് 1-2 ദിവസം സമരം ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സപ്ലൈ ഡിമാൻഡ് ആയിട്ടല്ല ഈ കാര്യത്തിൽ അത് വർക്ക് ചെയ്യുന്നത്. പ്രശ്നം ആ വീഡിയോ ഞാനും കണ്ടു. ആക്ച്വലി അവർ ബേസിക്കലി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നഴ്സുമാരുടെ സപ്ലൈ സമരം ചെയ്യുമ്പോൾ കുറയുന്നുണ്ട്. അപ്പം ഡിമാൻഡ് എന്തായാലും കൂടണം. അതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ വേജ് ഓട്ടോമാറ്റിക്കലി കൂടണം. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ. പക്ഷെ വേജ് കൂടുന്നില്ല. അപ്പൊ അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള തത്വത്തിന് തന്നെ എതിരാണ് എന്നുള്ളതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു.
കുറെ പറയുന്നതിൽ മൊത്തം കുറെ പുച്ഛായതുകൊണ്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇതാണ് അവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഡിമാൻഡും സപ്ലൈയും എല്ലാം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ഒരു സാധനങ്ങളാണെന്നുള്ളതാണ് ഇവരെ വിചാരം എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഡിമാൻഡ് അവിടെ സപ്ലൈ നേഴ്സുമാരുടെ സപ്ലൈ കുറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു എന്തെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്നാമത്തെ കാര്യം നേഴ്സുമാരുടെ സപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഡിസ്റ്റർബ് ആകുന്നില്ല. 100% ആയിട്ടും എല്ലാ നേഴ്സുമാരും സമരത്തിലാവുകയും ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് അവര് സമരം ചെയ്യുമ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് എഫക്ട് ആവാത്ത രീതിയിലുള്ള ഒരു സമരമാണ് അവർ അവിടെ നടത്തിയത്. 1-2 ദിവസമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും നിൽക്കും, അല്ലെങ്കിൽ എലക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സർജറികളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതൊക്കെ പുഷ് ചെയ്യും. അങ്ങനെ അവർക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കഴിയാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമരമാണ് അവിടെ ഇപ്പം ഇത്രയും കാലമായിട്ട് നടന്നത്. ഇത് ഒരുപാട് കാലം പോവുകയാണെങ്കിലാണ് ഈ ഒരു ഡിമാൻഡ് സപ്ലൈന്റെ ഒരു എഫക്ട് ഈ ഒരു പേജിലേക്ക് വരിക ആക്ച്വലി. അപ്പം അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈ ഇവിടെ ഈ ഒരു സമരത്തിൽ ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിലും ഡിമാൻഡ് അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുള്ളതാണ് കാര്യം. അപ്പം ഇവര് ആളുകൾ സമരം ചെയ്തു എന്ന് വെച്ചിട്ട് ഡിമാൻഡ് അതേപോലെ തന്നെ അപ്പൊ ആദ്യം സമരം ചെയ്യുന്നതിന് മുന്നുള്ള അതേ ഡിമാൻഡ് ആയിട്ട് തന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിലാണ് ഇവർ ഈ പറഞ്ഞ കാര്യം നമുക്ക് പരിഗണിക്കേണ്ട തന്നെ അവസ്ഥയുള്ളൂ. പക്ഷേ ഡിമാൻഡും അതിനനുസരിച്ച് റെസ്പോൺസീവ് ആവും. ആളുകൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രത്തോളം ഹോസ്പിറ്റലുകളാണ്, എത്രത്തോളം നഴ്സിനെ ഹയർ ചെയ്യാൻ ബില്ലിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പം ഇവരൊരാൾ സമരം ചെയ്തു എന്ന് വെച്ചിട്ട് ഇവരപ്പം തന്നെ ഈ പോയിട്ട് ഈ 1000 ആൾക്കാർക്കും പകരം ഒരു 1000 ആൾക്കാർ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ 1000 ആൾക്കാർക്ക് പകരം ആൾക്കാരെ ആ പിറ്റേ ദിവസം തന്നെ ആൾക്കാരെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം ഇവര് ആദ്യം നോക്കും, ഇവരെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് നോക്കും, ഇവർ എത്ര കാലം ഈ സമരം ഉണ്ടാവും, അതുപോലെ പുതിയ ആളെ കിട്ടാൻ പാടുണ്ടോ, അതുപോലെ തന്നെ ഇവർക്ക് ഈ സമരം കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടി കഴിയുമോ, അതുപോലെ ഈ തൽക്കാലം ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ എത്രത്തോളം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയും, അതുപോലെ എത്രത്തോളം ഈ ഒരു ഡിസ്ട്രക്ഷൻ വരുമ്പോൾ വേറെ എന്തൊക്കെ ആൾട്ടർനേറ്റീവ്സ് നമുക്ക് നോക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും ഇവരെ ഡിമാൻഡ് അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്യുക. ഒരു കാര്യം കൂടി ഇല്ല, ഇപ്പൊ 1000 പേരെ ഇപ്പൊ പുതുതായിട്ട് 1000 പേരെ എടുക്കുക എന്ന് പറയുമ്പോൾ 1000 പേര് പുതുതായിട്ട് പേറോളിലേക്ക് വരികയാണ്. അപ്പോൾ അത് ഇവർക്ക് കൂടുതൽ എക്സ്ട്രാ പ്രഷറാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം പുതിയ ഈ സമരം ഒന്ന് തീരട്ടെ, അല്ല ഞാൻ ഇപ്പോഴേ എടുത്തു ചാടി 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ പ്രതിസന്ധിയല്ലേ വരിക എംപ്ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അർത്ഥം ഡിമാൻഡിന് ഈ അതേപോലെ പ്രതിഫലിക്കില്ല. ഈ സപ്ലൈ കുറയുന്നതിനനുസരിച്ചുള്ള സംഭവം ഡിമാൻഡ് അതേപോലെ പ്രതിഫലിക്കില്ലല്ലോ. അതെ, ഇവരെ ഡിമാൻഡ് നോക്കി ഇവർ ഈ ഒരു 1-2 ദിവസം ഇവർക്ക് നഷ്ടം ഉണ്ടാവില്ല. ഇപ്പൊ ഇവര് ശമ്പളം ഒറ്റയടിക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടുന്നത് തുടർച്ചയായിട്ടുള്ള മുന്നോട്ടുള്ള എല്ലാ കാലത്തും അത് അപ്ലിക്കബിൾ ആണ്. അപ്പൊ ആ ഒരു കോസ്റ്റും അവർ നോക്കും. അപ്പൊ അത്രയും കോസ്റ്റ് സഹിച്ചുകൊണ്ട് ഇവര് നിൽക്കണോ അതോ ഈ 1-2 ദിവസത്തെ ബുദ്ധിമുട്ട് സഹിക്കണോ എന്നുള്ള ഒരു ട്രേഡ് ഓഫ് ഉണ്ടല്ലോ. ആ ഒരു കാര്യം ഒക്കെ കൂടി പരിഗണിച്ചിട്ടാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുക്കുക. അപ്പം അതൊക്കെ കൂടി വന്ന് ഈ ഡിമാൻഡിലേക്ക് റിഫ്ലക്ട് ആവാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം എടുക്കും. ഇതെല്ലാം സ്വിച്ചിട്ട പോലെ നടക്കുന്ന കാര്യമല്ല. സപ്ലൈ അവിടെ പെട്ടെന്ന് കുറഞ്ഞു എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ഡിമാൻഡും കൂടുക അല്ലെങ്കിൽ ഡിമാൻഡ് ഒരേപോലെ തന്നെ നിൽക്കുകയോ ചെയ്യുന്നില്ല. ഡിമാൻഡ് അതിനനുസരിച്ച് കുറയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറഞ്ഞ ഡിമാൻഡ് അഡ്ജസ്റ്റ് ആയി പോവുകയാണ്. അതുകൊണ്ടാണ് അവിടെ വേജ് കൂടാത്തത്. ഇനിയിപ്പോ അല്ല ഹോസ്പിറ്റലിന് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുമ്പോൾ അവര് ചിലപ്പം ഈ റെസിഡൻസിനോടും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ എക്സിസ്റ്റിംഗ് ഡോക്ടർമാരോടൊക്കെ ഈ നഴ്സുമാരെ പണിയും കൂടെ ചെയ്യാൻ വേണ്ടി പറയും, അങ്ങനെ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പല രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി നോക്കും. അതെ, കുറച്ച് പേര് സമരം ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിൽ ഓവറോൾ ഇതിനകത്ത് വലിയ ഇമ്പാക്ട് വരുന്നില്ല. കാരണം ഈ സമരം എന്ന് പറഞ്ഞ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഇതിന് ശേഷം തിരിച്ച് വീണ്ടും ഈ ഓൾറെഡി നിൽക്കുന്ന ടോട്ടൽ സപ്ലൈ ആൻഡ് ഡിമാൻഡിലേക്ക് അത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോഴത്തേക്ക് താൽക്കാലികം ഉണ്ടാകുന്ന ഒരു സപ്ലൈ ഷോക്കിനനുസരിച്ചിട്ട് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എംപ്ലോയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്കത് കൂടുതൽ പ്രശ്നമാണ്. ഉദാഹരണമായിട്ട് 100 പേര് സമരത്തിന് പോയി. അപ്പൊ എനിക്ക് ഈ പണി ചെയ്തേ പറ്റുള്ളൂ എന്ന് കരുതുക. അപ്പൊ അത്രയ്ക്ക് അത്യാവശ്യമാണ് എനിക്ക് വേറെ ഇവർ 100 പേരെ കിട്ടിയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇവരുടെ ഈ ഓൾറെഡി ഇവരുടെ വേജ് എന്ന് പറയുന്നത് മാർക്കറ്റ് വേജിനേക്കാൾ മുകളിലുള്ളതായിരിക്കും. അതാണ് മാർക്കറ്റ് ഓൾറെഡി അത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇവരുടെ സാലറിയിൽ മിനിമം വേജിന് വേണ്ടിയിട്ട് ഇവർക്ക് സമരം ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ വരില്ല. കാരണം അത്രത്തോളമാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ അതിന്റെ കറക്റ്റ് വാക്ക് എനിക്ക് അറിയില്ല. എനിക്കൊന്ന് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം ഇതാണോ എന്ന് അറിയില്ല. വിഷ്ണു ആണോ ഇതാണോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? അതെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. നമ്മുടെ പ്രൈസിംഗ് പവറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നഴ്സുമാർ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവരെക്കാട്ടും കുറഞ്ഞ വേതനത്തിൽ ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈസിംഗ് പവർ കുറവാണ്. അപ്പം അങ്ങനെ പ്രൈസിംഗ് പവർ കുറവാകുമ്പോൾ ഇവർക്ക് എന്താണ് ഒരിക്കലും കൂടുതൽ പൈസ ചോദിക്കാനുള്ള ഒരു സ്റ്റാൻഡ് അവിടെ ഉണ്ടാവില്ല. കാരണം അവരെപ്പോഴും റീപ്ലേസബിൾ ആണ്.
അപ്പൊ അങ്ങനെ ഒരു അതിനേക്കാളും കുറഞ്ഞ പ്രൈസിന് വർക്ക് ഫോഴ്സ് വേജ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരിപ്പോ കുറച്ച് ആൾക്കാർ മാറി നിന്ന് വെച്ചിട്ടും ഇവർക്ക് അതിനെ ഒരിക്കലും ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഇവർക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് അറിയാം ഇത് എത്രത്തോളം ആളുകൾ പുറത്ത് ഇരിക്കുന്നുണ്ട് ഇവരെ ഈ വർക്ക് ഫോഴ്സിലേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്നുള്ള ഫാക്ട് ഹോസ്പിറ്റൽ മാനേജറിന് അറിയാം. അപ്പൊ ഇവര് ഫോറെവർ ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു പ്രൈസ് ഇൻക്രീസ് ഇവർക്ക് നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഇവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമരം എത്ര കൂടുതൽ കാലം നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിലൊരു ഇവര് എക്സിസ്റ്റിംഗ് സപ്ലൈ അത്രയും ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ മാത്രം, ഒരു 5-6 മാസമൊക്കെ വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പം ഇതിന്റെ ഈ ഒരു ഇൻക്രീസ് ഇവിടെ റിഫ്ലക്ട് ആവുകയുള്ളൂ. അതായത് ഡിമാൻഡ് കൂടണമെന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ ഹയർ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ള. ഇപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് 1-2 ദിവസം സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ട് ആ ഒരു 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഹയറിംഗ് പ്രോസസ് ഒന്നും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ ആ ഡിമാൻഡ് കൂടുക എന്നുള്ള സംഭവം അവിടെ വരുന്നില്ല. 1-2 ദിവസത്തെ ആളുകൾ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാളെയോ മറ്റന്നാളോ ഈ സ്ട്രൈക്ക് തീരാന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ കൂടി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് തുടരാൻ നിൽക്കുക. അപ്പൊ അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇവർ അത്രയും സ്ട്രോങ് ആയിട്ട് യൂണിയൻ എല്ലാവരും കൂടി പിടിച്ച് നിന്ന് ഇൻഡെഫിനിറ്റ് ആയിട്ട് തുടരുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എന്താണ് ഇത്രയും ആളുകൾ ഒരിക്കലും വരാൻ വേണ്ടി പോകുന്നില്ല എന്ന് വെച്ചു. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഇവർ ഈ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയ ഈ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ നഴ്സിന് ശമ്പളം കൂടും. കാരണം ഇത്ര ആൾക്കാർ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ശമ്പളം കൂടിക്കഴിഞ്ഞാൽ ഇവര് സമരം നിർത്തി പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടനെ സപ്ലൈ കൂടിക്കഴിയും. അപ്പൊ പിന്നെയും ഇത് പഴയ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ പോകാൻ വേണ്ടി തന്നെ ശ്രമിക്കും. അപ്പം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ ഇവിടെ നഴ്സിന്റെ ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുള്ളതും അതിന് തക്കതായിട്ടുള്ള ആളുകൾ ഈ നഴ്സ് ജോലി കൊടുക്കാൻ വേണ്ടി ഇല്ല എന്നുള്ളതുമാണ് പ്രശ്നം. അതായത് സപ്ലൈ ഡിമാൻഡിന് തന്നെ ഈ പ്രശ്നമാണ് ഇവിടെ ബേസിക്കലി ആയിട്ടുള്ളത്. അതിനെ ഈ സമരം ചെയ്തുകൊണ്ട് ഇവർ പൊളിക്കാൻ നിൽക്കുന്നുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ചെറിയൊരു സപ്ലൈ ഷോക്ക് മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. അതും അവർക്ക് ഹോസ്പിറ്റലുകൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിമാൻഡ് കൂടുന്നില്ല. അതാണ് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത്. അത് ആക്ച്വലി സപ്ലൈ ഡിമാൻഡ് തത്വത്തിന് എതിരായിട്ടൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവര് പറഞ്ഞു വെക്കുന്നത് ഈ സപ്ലൈ കുറഞ്ഞുകൊണ്ട് ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി കൂടണം, അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടണം എന്നാണ്. അങ്ങനെ പ്രൈസ് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സപ്ലൈ ഡിമാൻഡ് എന്നുള്ള തത്വത്തിന് എഗെയിൻസ്റ്റ് ആണ് എന്നാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഡിമാൻഡ് കൂടുന്നില്ല, ഇവരെ സപ്ലൈ കുറയുമ്പോൾ തന്നെ. അതാണ് ബേസിക്കലി പറയാനുള്ളത്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ ഒരു ഡിസ്കഷൻ മുന്നോട്ട് പോകുമ്പോൾ അവർ പറയുന്നുണ്ട്, ആരോ മാർസിന്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ പറ്റി ആരോ ചോദ്യം ചെയ്തെന്നോ, മാർസിന് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അറിയാമെന്നും ക്യാപിറ്റലിസ്റ്റുകൾ പറഞ്ഞു നടക്കുന്നു. മാർസിന് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അറിയില്ല, കാരണം ക്യാപിറ്റലിസ്റ്റുകൾ മാർസിന്റെ പുസ്തകം വായിക്കാറില്ല, അങ്ങനെ പുസ്തകം വായിക്കാത്ത ടീമുകളാണ് ക്യാപിറ്റലിസ്റ്റുകൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർസിനെ സംബന്ധിച്ചുള്ള ഈ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു സംഭവമേ പുള്ളിക്കാരന് അറിയില്ല എന്നുള്ളതാണ് സത്യം. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഡേറ്റയും ഒബ്സർവേഷനും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ലേബർ വാല്യൂ ഓഫ് തിയറിയാണ് പുള്ളിക്കാരന്റെ മെയിൻ. ഈ ലേബർ വാല്യൂ ഓഫ് തിയറി എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ മൂല്യം തീരുമാനിക്കുന്നത്, വില തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് അതിന്റെ ഉൽപാദനത്തിന് ഒരു ആവറേജ് വർക്കിംഗ് കണ്ടീഷനിൽ സോഷ്യൽ നെസസറി ടൈം, അങ്ങനെ എന്തല്ലേ പറയും, സോഷ്യൽ നെസസറി ലേബർ ടൈം ആണ് തീരുമാനിക്കുന്നത്. അതായത് 5 മണിക്കൂർ എടുത്തിട്ടാണ് നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കുന്നതെങ്കിൽ അതാണ് അതിന്റെ വില. വേറൊരു സാധനം ഉൽപ്പാദിപ്പിക്കാനായിട്ട് 3 മണിക്കൂറേ മതിയെങ്കിൽ അതാണ് അതിന്റെ വില തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. അപ്പോ മാർസിന് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ മാർസിന്റെ മൊത്തം എക്സ്പ്ലനേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്, കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ലേബർ വാല്യൂ ഓഫ് തിയറിയാണ്. ഈ ലേബർ വാല്യൂ ഓഫ് തിയറിയുടെ അതിന്റെ പുറത്താണ് മാർസിനെ സംബന്ധിച്ചിടത്തോളം സപ്ലൈ ആൻഡ് ഡിമാൻഡ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ 5 മണിക്കൂർ എടുത്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനത്തിനായിരിക്കണം എന്തായാലും വില കൂടുതൽ, 3 മണിക്കൂർ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് വില കുറവായിരിക്കും. ഈ 5 മണിക്കൂർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ വില 100 രൂപയും 3 മണിക്കൂർ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ വില 70 രൂപയാണെന്ന് വെക്കാം. ഈ 100-ന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കാരണമാകും. 98 ചിലപ്പോൾ 105 അങ്ങനെയൊക്കെയുള്ള ഒരു ഡീവിയേഷന് മാത്രമാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സംഭവിക്കുന്നത്. അവിടെ മാത്രമേ മാർച്ച് സപ്ലൈ ആൻഡ് ഡിമാൻഡ് വരൂ എന്ന് പറയുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയാം മാർക്കറ്റിൽ സംഭവം കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയല്ല. ഒരു സാധനത്തിന്റെ അധ്വാനമല്ല ഒരു സാധനത്തിന്റെ മൂല്യം തീരുമാനിക്കുക. അതായത് മാർക്സിന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞ ലേബർ തിയറി ഓഫ് വാല്യൂ തെറ്റാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡീവിയേഷൻ മാർക്സ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഉപയോഗിക്കുന്നു എന്നുള്ളത്, കാരണം അങ്ങനെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. കാരണം മാർക്സ് ചുറ്റും കാണുമ്പോൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ മാർക്സിന് മനസ്സിലാവും ഓക്കെ ഇതിന് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കൊണ്ടാണ് മാറുന്നത്. പക്ഷെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ് ഒരു സാധനത്തിന്റെ യഥാർത്ഥത്തിൽ വില തീരുമാനിക്കുന്നത്. എന്താണ് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്? ആളുകളുടെ താല്പര്യമാണ്.
ആളുകൾ എന്തിനാണോ കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നത് ആ സാധനത്തിന്റെ അളവ് കുറവാണ് എങ്കിൽ അതിന് വില കൂടിയിരിക്കും. ആളുകൾ ഇനിയിപ്പോ ഒരു സാധനം വളരെ കുറവാണ്, ആളുകൾക്ക് അത് വേണ്ടതെങ്കിൽ അതിനൊരു വില ഉണ്ടാവില്ല. ഒരുപാട് ചപ്പും ചവറും ചുറ്റും കിടക്കുന്നുണ്ട്. ഒരുപാട് ചപ്പും ചവറും ചുറ്റും, ആൾക്കാർക്ക് ആർക്കും ചപ്പും ചവറും വേണ്ട, അതുകൊണ്ടാണ് അതിന് വിലയില്ലാത്തത്. അപ്പം നമ്മുടെ ആളുകൾക്ക് താല്പര്യമുള്ള വസ്തുക്കൾക്കാണ് അനുസരിച്ചിട്ടാണ് വില. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള ഇക്വേഷൻസും ഒക്കെ ഉള്ള രീതിയിൽ നമ്മൾ അതിനെ ലൈക്ക് മാത്തമാറ്റിക്കലായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ അല്ലാതെ ആലോചിക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് എന്തിനാണോ താല്പര്യം അതിന്റെ അളവിനെ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ വില തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ മാർസിന് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അറിയാവേ എന്ന് ഇവർ പറയുമ്പോഴും മാർസിന് അറിയാവുന്ന മാർസിന്റെ ഫണ്ടമെന്റൽ അനാലിസിസിലൊന്നും സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇല്ല. അവിടെ ലേബർ തിയറി ഓഫ് വാല്യൂ ആണുള്ളത്. അത് തെറ്റുമാണ്. നഴ്സുമാരുടെ ശമ്പളം വളരെ കുറവാണെന്നുള്ള ഒരു കാര്യം തന്നെ ഈ ലേബർ തിയറി ഓഫ് വാല്യൂ തെറ്റാണെന്നുള്ള തെളിയിക്കാനുള്ള നമ്പർ 1 ഉദാഹരണമാണ്. കാരണം നഴ്സിന്റെ ഇവര് തന്നെ പലപ്പോഴും പറയും ഈ നഴ്സിന്റെ ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്ന ശമ്പളം പോലും നഴ്സുമാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് പറയുന്നു. അപ്പം അങ്ങനെ നഴ്സിന് കിട്ടാതെ ആയി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത്രയും കൂടുതൽ അധ്വാനമാണ്. നഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കൂലിപ്പണി ചെയ്യുന്നതിന്റെ സോഷ്യൽ നെസറി ലേബർ ടൈം എത്രയാണെന്ന് നോക്കിയെങ്കിൽ വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു നഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 കൊല്ലം ഡിഗ്രി ഒക്കെ എടുത്ത് പഠിച്ച് അത്രയും ട്രെയിനിങ് ഒക്കെ എടുത്ത് വന്നതിന് ശേഷം മാത്രമേ അവർക്ക് ഈ പണി ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പം ആ നഴ്സിന്റെ സോഷ്യൽ നെസറി ലേബർ ടൈമും ഈ സാധാരണ കൂലിപ്പണിക്കാരുടെ ലേബർ ടൈമും തമ്മിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂലിപ്പണിക്കാരനായിരിക്കും കുറഞ്ഞ പണി കിട്ടുന്നത്. പക്ഷെ ഇവിടെ നഴ്സിന്റെ സപ്ലൈ കൂടുമ്പോൾ നഴ്സുമാർക്ക് കുറയുന്നു. ഇനിയിപ്പോ നാളെ ഡോക്ടർമാരുടെ സപ്ലൈ ഇപ്പൊ ഉള്ള ഇതിന്റെ ഒരു 100 മടങ്ങായി എന്ന് വിചാരിക്കും. 100 ടൈംസ് ആൾക്കാർ ഇവിടെ ഡോക്ടറായി വിചാരിക്കും. അപ്പൊ ഡോക്ടർമാരും എത്ര പഠിപ്പുണ്ടായിട്ടും ഇതുണ്ടായിട്ടും കാര്യമില്ല. അത്രയും ഡിഗ്രിയും അത്രയും കൂടുതൽ അധ്വാനമാണ് അവരെ അധ്വാനം, ഭൗതിക അധ്വാനം, കായിക അധ്വാനം ഒക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ശമ്പളവും ഇതേപോലെ തന്നെ വളരെ കുറഞ്ഞിരിക്കും. കാരണം അവരുടെ ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സാധനത്തിന്റെ വാല്യൂ കുറയും. അത് ഈ ഒരു നഴ്സിന്റെ കാര്യം എനിക്ക് തോന്നുന്നത് മാർക്സിന്റെ ഈ ലേബർ തിയറി ഓഫ് വാല്യൂ തന്നെ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പൊ നഴ്സുമാർ സമരം ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അവർ ഇതിനെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. അവർ പറയാ ഇതിങ്ങനെയല്ല, നഴ്സിന്റെ വാല്യൂ ആക്ച്വലി കൂടുതൽ തന്നെയാണ് വേണ്ടത്, ലേബർ ടൈമിനനുസരിച്ച് തന്നെയാണ് വേണ്ടത്. അപ്പം അത് സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ വരുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ഡിമാൻഡിന്റെ പ്രശ്നമാണ്, അല്ലാതെ ലേബർ തിയറി ഓഫ് വാല്യൂന്റെ പ്രശ്നമല്ല എന്നുള്ളതാണ് ഇവരെ ഇന്റർപ്രിട്ടേഷൻ അതിൽ ഉണ്ടാവുക. അപ്പം ഇവര് ബേസിക്കലി ഇതിനൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് എല്ലാ സാധനത്തിനും ഒരു വാല്യൂ ഉണ്ട്. ഇപ്പം ഒരു ലാപ്ടോപ്പിനാണെങ്കിൽ ഇത്ര വാല്യൂ ഉണ്ടാവും, ഒരു കുപ്പിക്കാണെങ്കിൽ ഇത്ര വാല്യൂ ഉണ്ടാവും, ഒരു കല്ലിനാണെങ്കിൽ ഇത്ര വാല്യൂ ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിനും ഒരു വാല്യൂ ഒബ്ജക്റ്റീവ് ആയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും അതിന് ഒബ്ജക്റ്റീവ് ആയിട്ട് ഒരു വാല്യൂ അതിനുണ്ടാവും. അതാണ് അതിന്റെ അതിന്റെ സോഷ്യൽ നെസറി ലേബർ ടൈം എന്നുള്ള വാല്യൂ. അതിനല്ലാതെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അത് ആ സപ്ലൈ ഡിമാൻഡിന്റെ പ്രശ്നമാണ്, അല്ലാതെ ലേബർ തിയറി ഓഫ് വാല്യൂന്റെ പ്രശ്നമല്ല എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതുപോലെ ഇത് ലേബർ തിയറി സോഷ്യൽ നെസറി ലേബർ ടൈം അല്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതാണ് എന്താ പറയാ, എന്റെ സന്തോഷത്തിനനുസരിച്ചാണ് ഓരോ കാര്യത്തിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. ബാക്കി അല്ലാതെ ഞാൻ പറയുന്ന അല്ലാതെ വേറെ എന്ത് വാല്യൂ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ തെറ്റാണ്. അത് ഈ വാല്യൂ വരുന്നതിന്റെ പ്രശ്നമാണ്, അല്ലാതെ ഞാൻ പറയുന്ന വാല്യൂ ഞാൻ റാൻഡം ആയിട്ട് പറഞ്ഞ ഈ നമ്പറിന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാർക്കും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് കാര്യത്തിന്റെ ബേസിലും അത് നമുക്ക് വേണമെങ്കിൽ ഒരു ന്യായീകരണമായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷെ അതൊരിക്കലും അതിനെ ആ സംഭവത്തിൽ ആ വസ്തുവിൽ എന്തുകൊണ്ടാണ് അതിന് അത്രയും വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വാല്യൂ കുറഞ്ഞു പോകുന്നുള്ളൊരു പ്രതിഭാസത്തിന് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങനെ ന്യായീകരണ ഫാക്ടർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ അതിനെ കൊണ്ട് സാധിക്കുള്ളൂ. അതേപോലെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ വാല്യൂ ഒബ്ജക്റ്റീവ് ആണ് എന്നുള്ളൊരു അസംപ്ഷൻ വെച്ച് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മാർക്സിന്റെ ബേസിക്കലി. അതെ, പിന്നെ ഈ മാർക്സിന്റെ ഈ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞ സംഭവം അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ കോംപ്ലിക്കേഷൻസും ഒന്നും മാർക്സിന് മനസ്സിലാകാൻ വഴിയില്ല. കാരണം മാർക്സിന്റെ സമയത്ത് ഇൻഡസ്ട്രീസ് അതാണ്. മാർക്സ് കാണാത്ത ഒരു സംഭവത്തെ പറ്റിയിട്ട് മാർക്സ് അനലൈസ് ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷേ മാർക്സ് സർവീസ് സെക്ടറിൽ അറിയില്ല, ചിലപ്പോൾ നമ്മുടെ ബേസിക് ചിന്താരീതി എല്ലാം തെറ്റാണെങ്കിൽ ചിലപ്പം നമ്മള് ഇപ്പോഴും ഉണ്ടല്ലോ ആൾക്കാർ ഇതെല്ലാം കണ്ടിട്ടും ആൾക്കാർ തെറ്റായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ചിലപ്പോൾ മാർക്സും തെറ്റിപ്പോയിട്ടുണ്ടാവും. എങ്കിലും ഞാൻ പറയാണ്, ഈ മാർക്സിന്റെ സമയത്ത് ഈ പറഞ്ഞ ഇത്രയും വലിയ രീതിയിലുള്ള സർവീസ് സെക്ടറും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കറിയാം ഇപ്പൊ ഒരു ഷെഫിന് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയൊക്കെ അവർ കൊടുക്കുന്ന സർവീസിന് അവർ ഈടാക്കുന്ന പൈസ എന്ന് പറയുമ്പോൾ നമ്മളതിന് ലേബർ തിയറി ഓഫ് വാല്യൂ അവിടെ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പരാജയമായിരിക്കും അല്ലെ. ചിലപ്പോൾ ഒരു വലിയൊരു ഇപ്പൊ എ ആർ റഹ്മാന്റെ ഒരു വലിയ ഷോ നടത്തുന്നു, അപ്പൊ ആ ഒരു സ്റ്റേജ് പരിപാടി സെറ്റാക്കാനും അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തുമാത്രം ആൾക്കാർ എത്രത്തോളം മണിക്കൂറുകൾ അധ്വാനിക്കുന്നുണ്ടാവും. ചിലപ്പോൾ 2-3 ദിവസത്തെ പരിപാടിയായിരിക്കും മൊത്തം ആൾക്കാർ, അതിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഹെഡ് വരെയൊക്കെ. റഹ്മാൻ ചിലപ്പോൾ വന്നിട്ട് ചിലപ്പോൾ ഒരു 3 പാട്ട് പാടിയിട്ട് പോകുന്നുണ്ടാവും, 15 മിനിറ്റത്തെ പരിപാടി ചിലപ്പോൾ പുള്ളിക്കുണ്ടാവും.
പക്ഷെ ആർക്കാണ് പൈസ കൂടുതൽ കിട്ടുന്നത്? ആ പാട്ട് തന്നെ പലപ്പോഴും റെക്കോർഡ് ചെയ്തിട്ട് വെച്ച പാട്ട് തന്നെ ഇവര് പിന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. പ്ലേ ചെയ്യാൻ ചിലപ്പം അതെ, ചിലപ്പം അവിടെ വന്നു തിരിച്ചു പോയി എന്നുള്ള ഒരു കാര്യം മാത്രമായിരിക്കും പുള്ളി അവിടെ ചെയ്യുന്നത്. അപ്പം ചിലപ്പോ അവിടെ അവര് പറയുന്ന റഹ്മാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വർഷങ്ങളുടെ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് സെലിബ്രിറ്റി ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ചിലപ്പം ബിഗ് ബോസിൽ നിന്ന് ഹിറ്റായി വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ഒറ്റ റിയാലിറ്റി ഷോയിൽ ഹിറ്റായി വന്ന ആൾക്കാരൊക്കെ, അവർക്ക് ചിലപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈവൻ ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ കാര്യം അങ്ങനെ നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ആളുകൾക്ക് എന്തിനാണോ താല്പര്യം അതിനാണ് കൂടുതൽ വാല്യൂ കിട്ടുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ഇതേപോലെ എ ആർ റഹ്മാനെ പോലെ കുറെ ആൾക്കാരുണ്ടെങ്കിൽ പുള്ളിയുടെ വാല്യൂ കുറയും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ ബ്രോ, ഇപ്പൊ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ നോക്കുക തന്നെ ഇപ്പോ ഒന്നാമത്തത് ആരാണ് ഒരു സാധനത്തിന് ഒബ്ജക്റ്റീവ് ആയിട്ട് വാല്യൂ കൽപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഇനി ഓക്കെ, ഇവര് ആവറേജ് എന്താ പറയാ ലേബർ ടൈം ആണ് ഇതിന്റെ വാല്യൂ നിശ്ചയിക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു ടെക്നോളജി വരുവാണ്, അതിനേക്കാളും വളരെ എഫിഷ്യന്റ് ആയിട്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഡക്ട്സിന്റെ എല്ലാം വാല്യൂ താഴെ പോവാണ്. അപ്പൊ അതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതുവരെയും സെർട്ടൻ ലേബർ ടൈം ഉപയോഗിച്ചുണ്ടാക്കിയതിന്റെ എല്ലാത്തിന്റെയും വാല്യൂ താഴെ പോവാണ്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ വാല്യൂ നിശ്ചയിക്കാൻ പറ്റുക? അവിടെ തന്നെ എങ്ങനെയൊക്കെ നോക്കിയാലും ഇപ്പൊ ഇതേപോലെ പുതിയ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റുകൾ വന്നാലും, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ബേസിക്കലി ഈ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ല വാല്യൂ തീരുമാനിക്കുന്നതെന്നുള്ള അസംഷനിൽ ഒരു സാധനത്തിന് എന്തിനാണ് ഇത് ഈ ലേബർ തിയറി ഓഫ് വാല്യൂ മാർക്സ് കൊണ്ടുവന്ന സാധനം, അതിന് മുമ്പേ റിക്കാർഡോയ്ക്കും ആഡം സ്മിത്തിനും ഒക്കെ ഉള്ള സംഭവം തന്നെയാണ്. പക്ഷെ മാർക്സ് ഈ ലേബർ വാല്യൂ തിയറി കാര്യമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ കൂടിയ വിലയ്ക്ക് വിറ്റേ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഷണത്തിലൂടെ മാത്രമേ, അവിടെയാണ് മാർക്സ് മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സാധനത്തിന് ഒരു വാല്യൂ ഉണ്ട്, അപ്പം ഇവർക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതിനെ കൂടിയ വിലയ്ക്ക് വിറ്റേ പറ്റുള്ളൂ. അപ്പോൾ കൂടിയ വില എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൊഴിലാളിയുടെ നിന്ന് എന്താ പറയാ ഊറ്റിയെടുക്കുന്നതാണ് എന്നുള്ള ഒരു സംഭവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് ഇപ്പം ജിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഈ ഓൾട്ടർനേറ്റീവ് വരുമ്പോഴും അല്ലെങ്കിൽ ബെറ്റർ പ്രൊഡക്റ്റ് വരുമ്പോഴും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ വരുമ്പോഴും ഒക്കെ പഴയ സാധനങ്ങൾ ആർക്കും വേണ്ടാതാവും. അപ്പോഴൊക്കെ ഈ പറഞ്ഞ ഈ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂല്യം എന്ന് പറയുന്നത് എവിടെ പോകുന്നു എന്നുള്ളത് പെട്ടെന്ന് അത് ഇല്ലാതായി പോവാണ്. അപ്പൊ ഈ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഇങ്ങനെ ന്യായീകരണങ്ങൾ കണ്ടെത്തേണ്ടി പോകും. പക്ഷെ ഇത് നോക്ക്, ഈ മറ്റേ നമ്മൾ പറയാണ് ആളുകളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് വാല്യൂ എന്നുള്ളത് നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതിനിപ്പോ ഏത് ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാലും, സർവീസ് സെക്ടർ വന്നു കഴിഞ്ഞാലും, പുതിയ മെഷീൻസ് വന്നാലും എല്ലാം ഈ സാധനം അവിടെ നിലനിൽക്കും. കാരണം ആത്യന്തികമായിട്ട് മനുഷ്യന്റെ പ്രവൃത്തി അവന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സാധനത്തിന് മൂല്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും സ്വയം സാക്രിഫൈസ് ചെയ്തിട്ട് ആ സാധനം ഈ പറഞ്ഞ പോലെ ഒരു ഓൾട്ടർനേറ്റീവ് സാധനം വന്നു, പക്ഷേ അയ്യോ പഴയ ആ സാധനത്തിന് ഒരു മൂല്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വില കൊടുത്ത് അതിന് ഉപയോഗിക്കണമെന്ന് മനുഷ്യൻ വിചാരിക്കില്ല. അപ്പൊ ശരിയായ ഫ്രെയിം വർക്കിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യമേ മാർക്സിനെ എടുത്ത് ഉള്ളിലേക്ക് വെച്ചിരിക്കുകയാണ് ഫോർ ഡിഫറെന്റ് റീസൺസ്, ഫോർ പൊളിറ്റിക്കൽ റീസൺസ് മാർക്സിനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മാർക്സിനും തെറ്റാണെന്ന് അവർക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സിന്റെ ഈ തെറ്റുകളെല്ലാം ഇവർ ഏറ്റു പറയാം. അപ്പൊ അവര് സ്വന്തം ബുദ്ധി അവർ ഇവിടെ വില കുറച്ച് കാണുകയാണ്, ലൈക്ക് അവർക്ക് എന്തോ ന്യായീകരിക്കേണ്ട ബാധ്യത ഉണ്ടെന്നുള്ള കരുതി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. തെറ്റ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഇവരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ്, അല്ലെങ്കിൽ ഇപ്പൊ നഴ്സുമാര് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സാധാരണ തൊഴിലാളികളൊക്കെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിന് എത്ര ലാഭം കിട്ടുന്നോ അതൊക്കെ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടാണ് അവരെടുക്കുന്നത്, മുതലാളിമാരെടുക്കുന്നത് അതിന്റെ ചൂഷണമാണെന്ന് പറയുന്നത്. പക്ഷെ ഈ ലാഭത്തിന്റെ കാര്യം മാത്രമേ ഇവര് ഇതിനെ പറ്റി സംസാരിക്കുള്ളൂ. നഷ്ടം വന്നാലോ, നഷ്ടം വന്നാൽ ആരെടുക്കും? നഷ്ടം വന്നാൽ ഈ തൊഴിലാളികൾ എടുക്കില്ല. അപ്പം അത് തൊഴിലാളികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഫിക്സഡ് വേജ് ആണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ്, ഒരു സ്റ്റെബിലിറ്റി ആണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നുള്ളത് കൊണ്ടാണ് അവരൊരു ഫിക്സഡ് വേജിൽ ജോലി ചെയ്യാൻ വേണ്ടി സമ്മതം കൊടുക്കുന്നത്. അപ്പൊ അതായത് അവര് ആ സ്റ്റെബിലിറ്റിനെയാണ് കൂടുതൽ വാല്യൂ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യുവേഷൻ സബ്ജക്റ്റീവ് എന്നുള്ളൊരു പോയിന്റ് തന്നെയാണ് വരുന്നത്. അപ്പം ഈ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വരുന്നത് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള വേജ് വെച്ചിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് വെക്കാൻ, അവർക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി താല്പര്യമില്ല. അപ്പം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇപ്പൊ ഈ ഹോസ്പിറ്റൽ ഇവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൊണ്ടുവരിക, ഇത്ര ആളുകളെ ഹയർ ചെയ്യുക, ഇത്രയും പൈസക്ക് കടമൊക്കെ എടുത്തിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് അവരുടെ പ്രൊഡക്റ്റ് അവരുടെ സർവീസ് ഉപയോഗിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ വരികയും അങ്ങനെ അവരെ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടും അവരെ സർവീസ് ചെയ്യാനും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയാൽ അത് എടുക്കാം എന്നുള്ളതാണ് ഇവര് എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വെക്കണം. ഇത് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇവരെക്കാട്ടും ബെറ്റർ സർവീസ് മറ്റൊരാളാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ചിലപ്പം അവരെ മുടക്കി ഇൻവെസ്റ്റ്മെന്റ് പോലും തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള ഈ റെഗുലേഷൻസ് എല്ലാം കംപ്ലൈ ചെയ്യണം. ഇത് ഏതിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ എവിടെയെങ്കിലും ഒരു റിസ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേരിൽ നാളെ എന്തെങ്കിലും രോഗിക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉള്ള റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തൊഴിലാളികളല്ല ഏറ്റെടുക്കുന്നത്. അതിന്റെ മാനേജ്മെന്റ് ആണ് അത് അൾട്ടിമേറ്റ്ലി അതിന് റെസ്പോൺസിബിൾ. അപ്പൊ ഈ ഒരു റിസ്കിനൊക്കെ ഈ ഒരു റിസ്ക് ഒക്കെ ആര് ഏറ്റെടുക്കും? അത് ഏറ്റെടുക്കുന്ന ആളുകൾ ഇത്രയും റിസ്ക് ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് അവരെ ഈ റിവാർഡായിട്ട് അവരുടെ ഈ പ്രോഫിറ്റ്. അഥവാ ഇതെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത്രയും നഷ്ടമൊക്കെ ഇവരാണ് സഹിക്കേണ്ടത്. അപ്പൊ ഈ ഒരു റിസ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ വാല്യൂ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര റിസ്ക് കൂടുമ്പം അത് എടുക്കാനുള്ള വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ കുറയും. അങ്ങനെ വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ കുറയുമ്പോൾ അവിടെ എന്താണ് ഇത്രയും കുറച്ച് ആളുകൾ മാത്രമേ ഈ ഒരു സർവീസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായി വരുന്നുള്ളൂ. മറ്റേതാണ് തൊഴിലാളികളാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്കും സ്റ്റെബിലിറ്റി പ്രിഫർ ചെയ്യുന്നതുകൊണ്ട് അവർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു ഫിക്സ്ഡ് വേജ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അപ്പൊ അവിടെ കൂടുതൽ ആൾക്കാരുണ്ട്. ഇത്ര റിസ്ക് എടുക്കാൻ വേണ്ടി വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ എന്നാൽ എന്താ നമുക്ക് ഈ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സിസ്റ്റം മുന്നോട്ട് പോവുകയില്ല. ഇതൊരിക്കലും കൂടുതൽ ഹോസ്പിറ്റലുകൾ ഇവിടെ പണിയപ്പെടുകയില്ല, ആരും മുന്നോട്ട് വരികയില്ല. അപ്പൊ സ്വന്തം പൈസ മുടക്കിയിട്ട് അവർ റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ട് ആ റിസ്കിന് നമ്മളെല്ലാവരും ആസ് എ കൺസ്യൂമർ നമുക്ക് ഹോസ്പിറ്റലിൽ വേണം എന്നുള്ളതുകൊണ്ട് ആ റിസ്കിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ലാഭം മൊത്തം അവരിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ബ്രോ. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് വർഷങ്ങളോളം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അപ്പോഴും അവിടുത്തെ എംപ്ലോയീസ് സോർട്ടഡ് ആണ്, അവർക്ക് അവിടെ വേറെ വിഷയങ്ങളില്ല, അവർ ആ റിസ്ക് ബെയർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടും കൂടിയാണ് ആ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഈ സ്ഥാപനം പൂട്ടിപ്പോവാണെന്നുണ്ടെങ്കിലും ഇവര് കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യലി അവർ കംപ്ലീറ്റ്ലി സേഫ് ആണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓണ്ടർപ്രണേഴ്സിന്റെ കാര്യം വളരെ അൺസർട്ടൈൻ ആണ്. അടുത്ത കോമ്പറ്റീഷൻ വരാം, കംപ്ലീറ്റ്ലി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അവർക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ലോസിലേക്ക് പോവാം. അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ടാണ് അവർക്ക് അതിൽ വരുന്ന എക്സ്പെൻസസ്. എപ്പോഴും എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമാണ്, അതല്ല അതിന്റെ ടോട്ടൽ ഒരു കംപ്ലീറ്റ് സാധനം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് അല്ല, അതിന്റെ ഒരു റോ മെറ്റീരിയൽ മാത്രമാണ്. ആ സർവീസിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഒരു റോ മെറ്റീരിയൽ മാത്രമാണല്ലോ. അപ്പൊ ഇതൊന്നും മനസ്സിലാവാണ്ടെയാണ് കംപ്ലീറ്റ് വാല്യൂ സൃഷ്ടിക്കുന്നത് എംപ്ലോയീസ് ആണ് അല്ലെങ്കിൽ ലേബർ ആണ് എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെടുന്നത്. അപ്പൊ അത് വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് സമയത്തിന്റെ ഒരു ഫാക്ടർ വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഈ എംപ്ലോയീസിനൊക്കെ അവർ ചെയ്ത വർക്കിന് അടുത്ത മാസം കൊണ്ട് അവർക്ക് ശമ്പളം കിട്ടുകയാണ്, അവരെ കാര്യമായ വിഷയമല്ല. പക്ഷെ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരുപാട് വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാലാണ് ഇതിനുള്ള റിട്ടേൺ അവർക്ക് ഇതിനു വേണ്ടി മുതൽ മുടക്കുന്ന ആളുകൾക്ക് റിട്ടേൺ കിട്ടുക. അപ്പൊ അത്രയും കാലം ഈ ലാഭം കിട്ടുന്നത് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടും എത്ര ആളുകൾക്ക് കഴിയും? ആ ഒരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും ഡിലേ ചെയ്യാൻ വേണ്ടി ടൈം പ്രിഫറൻസും പിന്നൊരു സംഭവമില്ലേ ബ്രോ, അതായത് ഈ ലേബർ എപ്പോഴും ഫ്ലോട്ടിംഗ് ആണ്. ഇപ്പൊ ഒരാൾ വന്ന് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു, അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന വാല്യൂ കംപ്ലീറ്റ് ഇവർക്ക് അർഹതപ്പെട്ടാണെന്നാണ് പറയുന്നത്. ഇവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത കമ്പനി പോകും. അപ്പോ അവരല്ല ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനോ അതുവരെയുള്ള എന്താ പറയാ പ്രോഫിറ്റ് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അതൊന്നും അവരല്ല. പിന്നെ ഒരു വലിയ സംഭവം ഉള്ളത്, ഈ ഓണ്ടർപ്രണേഴ്സ് അവർക്ക് ഉണ്ടാക്കുന്ന ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങള് തിരിച്ച് എംപ്ലോയീസിനെ എപ്പോഴും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെക്നോളജിയോ ഒരു സർവീസും നമ്മൾ അനുഭവിക്കില്ല. കാരണം അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ്, അങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടുള്ള വെൽത്തും വാല്യൂം എന്താ റീഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാം എക്സ്പാൻഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അത് കണ്ടുപിടിച്ച അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുത്ത അതിന്റെ ഡെവലപ്പർ അന്ന് അയാൾക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ അയാൾക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരുന്ന ആളുകൾക്ക് അതിന്റെ മിച്ച മൂല്യം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അതിനൊരു ഗ്രോത്ത് ഇല്ല. അപ്പൊ ഇവര് പറയും ഓക്കെ സെർട്ടൈൻ എമൗണ്ട് ഗ്രോത്തിന് വേണ്ടി വെച്ചിട്ട് ബാക്കിയെല്ലാം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. അതെങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നേ? ആരാണ് അവിടെ റിസ്ക് എടുത്തത്? സെർട്ടൻ എമൗണ്ട് എത്ര എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്യണം, എത്ര എമൗണ്ട് കൺസ്യൂം ചെയ്യണം, എത്ര എമൗണ്ട് കടം കൊടുക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഓരോ ആളുകളും അവരവരുടെ സാഹചര്യം അനുസരിച്ചാണ്.
അത് എക്സാക്ട്ലി. എത്ര ഇന്ന് ആയിരിക്കും എന്നുള്ളത് കമന്റില് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ബ്രോ പറ്റില്ല. ഇതും കൂടി ആഡ് ചെയ്തിട്ട് മറുപടി പറയാം. ഒന്ന് കമന്റിൽ ചോദിച്ചൊരു ചോദ്യമാണ്, എത്ര വേണമെങ്കിൽ പ്രോഫിറ്റ് എടുക്കാമെന്നാണോ അതിന്റെ അർത്ഥം എന്നുള്ളത്. വലിയ കമ്പനികൾക്ക് എത്ര വേണമെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ? അങ്ങനെ എത്ര വേണമെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ? മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കണം ഏതൊരു കമ്പനിയുടെ ലക്ഷ്യം. കമ്പനിന്റെ മാത്രമല്ല ഏതൊരു വ്യക്തിന്റെ ലക്ഷ്യം മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പം ആളുകൾ ഇത് കേൾക്കുമ്പോൾ വളരെയധികം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മളെ ട്രോളാക്കി പ്രചരിപ്പിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ പറയാം, മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കണം ഏതൊരു കമ്പനിന്റെ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെ ലക്ഷ്യം. അപ്പം ഇത് ഇങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കണം ഒരാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോകം മൊത്തം ലാഭത്തിന് പുറകെ പോയി മനുഷ്യത്വമില്ലാത്തതിന്റെ പുറകെ പോയിട്ട് എല്ലാം മോശം കാര്യങ്ങൾ സംഭവിക്കുകയും വേൾഡ് മൊത്തം കൊളാപ്സ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ധാരണ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു, സ്വയം ഒന്ന് ജസ്റ്റ് ഒരു കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആയിട്ട് ആലോചിച്ചത്, ഏറ്റവും ഒരു കാര്യത്തിന് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ആണോ അത് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൂടുതൽ ആളുകൾ തയ്യാറാവുക, അതോ അത് ഒരു കാര്യം ചെയ്താൽ ലാഭം തീരെ കിട്ടില്ല എന്ന് വിചാരിക്കുന്നതാണോ? അപ്പൊ നമ്മളെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്ത് ഹോസ്പിറ്റൽ ഇൻട്രസ്റ്റ് ആയാലും വേറെ എന്ത് ഇൻട്രസ്റ്റ്, ഇപ്പൊ ലാപ്ടോപ്പ് ഇതിന്റെ കാര്യമായാലും ഫോണിന്റെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എന്ത് കാര്യം, ഡ്രസ്സ്, മൈക്ക്, ഇപ്പം ബെഡ്, അങ്ങനെ എന്ത് കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് യഥാർത്ഥ പ്രശ്നം എന്താ, നമ്മളെ വെൽത്ത് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ലഭിക്കണം, അതിനൊക്കെ സപ്ലൈ കൂടണം. അപ്പം ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഇതൊന്നും ഒരിക്കലും മാർക്കറ്റിന് പൊട്ടി വരില്ല. അപ്പം ഇതൊക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള ഇൻസെന്റീവ് ഏത് സിസ്റ്റത്തിലേക്ക് ഉണ്ടാവും? ഏറ്റവും കൂടുതൽ ലാഭം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന് പറയുന്ന സിസ്റ്റത്തിലായിരിക്കും, അതോ നിങ്ങൾ ഇത് ഉണ്ടാക്കിയാലും നിങ്ങളുടെ ലാഭം പരിമിതമായിരിക്കും എന്ന് പറയുന്ന സിസ്റ്റത്തിലായിരിക്കും? ആ ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം ഒരു കാര്യത്തിന് ഒരു ഭയങ്കര എക്സോർബിറ്റന്റ് ആയിട്ടുള്ള ഒരു ലാഭം ഏതെങ്കിലും ഒരു കാര്യത്തിന് ലഭിക്കുന്നു വരിക. അപ്പം എന്തെങ്കിലും ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുന്ന ആ ലാപ്ടോപ്പിന് അവർക്ക് ഉണ്ടാകുന്ന കോസ്റ്റിനേക്കാൾ ഒരു 100 ടൈംസ് ലാഭം ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കമ്പനിക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി മറ്റുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ലാപ്ടോപ്പ് അത്രയും ആളുകൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അത് കൊടുക്കുന്ന സിഗ്നൽ. അപ്പം ലാപ്ടോപ്പ് അവർ ഉണ്ടാക്കിയിട്ട് അവർ ടെക്നോളജി ഉപയോഗിച്ച് ആളുകൾക്ക് ആവശ്യമുള്ള ലാപ്ടോപ്പ് ഉണ്ടാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ലാഭത്തിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അത് ഒരാൾ മാത്രമല്ല മനസ്സിലാക്കുന്നത്, ഈ മാർക്കറ്റിലെ എല്ലാ പാർട്ടിസിപ്പൻസും അത് മനസ്സിലാക്കാണ്. അപ്പം എന്താ ചെയ്യുക, അവർ ബാക്കിയുള്ള ജോലി അവർ ചെയ്യുന്നത് നിർത്തിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ലാപ്ടോപ്പ് ആണെന്ന് മനസ്സിലാക്കി അവരുടെ റിസോഴ്സ് ഒക്കെ അവർ ഈ ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവർ റിസോഴ്സ് ഒക്കെ അലോക്കേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾ ഈ ലാഭം കുതിച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാർ വരുമ്പോൾ എന്താണ് ചെയ്യുക, അത്രയും ആളുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുകയും അപ്പം കൂടുതൽ ആളുകൾ ഈ ലാപ്ടോപ്പ് സപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ ലാപ്ടോപ്പിന്റെ ഈ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകൾ കോമ്പീറ്റ് ചെയ്യാൻ വരികയാണ് നമ്മൾ വേണ്ടത്. അതിന് വരണമെന്നുണ്ടെങ്കിൽ മാക്സിമം ലാഭം ഉണ്ടാക്കാനുള്ള അവസരം ആളുകൾക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സിസ്റ്റത്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടെക്നോളജി ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, ഓക്കെ, ഇതിന് ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റ് ഈ സാധനം ഉണ്ടാക്കി തുടങ്ങിയ പോലെ ഗവൺമെന്റ് ഉണ്ടാക്കി തുടങ്ങിയ പോലെ ഇത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്ത് സാധനത്തിനാണോ ഡിമാൻഡ് എന്നുള്ളത് മനസ്സിലാക്കി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒരിക്കലും ലാഭക്കൊതി കൊണ്ട് പ്രവർത്തിക്കില്ല. അപ്പം ഗവൺമെന്റ് എല്ലാ ആളുകളുടെയും സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എവിടുന്നാണ് ഈ ഫണ്ട് കിട്ടുന്നത്? ഗവൺമെന്റ് പണം എവിടുന്നാണ് കിട്ടുന്നത്? ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഗവൺമെന്റ് നമുക്ക് ഉള്ള പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് കിട്ടുന്ന പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടാക്സ് ചെയ്തിട്ടുള്ള പണം മാത്രമാണ് മെയിൻ ആയിട്ട്. ഇപ്പം ടാക്സ് ചെയ്തിട്ടുള്ള പണം എന്ന് പറയുമ്പം വെറുതെ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് ചെയ്യുന്ന പണം മാത്രമല്ല, ഗവൺമെന്റ് കടമെടുക്കുന്ന പണമായാലും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ആയാലും എല്ലാം ഒരു ഇൻഡയറക്ട്ലി നമ്മുടെ ടാക്സ് ആയിട്ടാണ് ഓരോ വ്യക്തികളുടെയും അൾട്ടിമേറ്റ്ലി അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന പണം തന്നെ ഗവൺമെന്റ് അൾട്ടിമേറ്റ്ലി അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് അവിടെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സുഖമായിട്ട് ടാക്സ് പേയേഴ്സിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ അവിടെ ഡിസിഷൻ എടുക്കുന്ന ആളുകൾക്ക് അതിന് നഷ്ടം അനുഭവിക്കേണ്ട അവസ്ഥയല്ല. പക്ഷെ ഒരു ലാഭം അടിസ്ഥാനമാക്കിയിട്ട് ഒരു സ്വകാര്യ വ്യക്തികളാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന്റെ നഷ്ടം അവരാണ് ഏറ്റെടുക്കുന്നത്. അപ്പം അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കോൺസിക്വൻസസ് ഒരു സ്വകാര്യ സംരംഭകനാണ് വഹിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇത് ഗവൺമെന്റ് ചെയ്യുമ്പം അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ടാക്സ് പേയേഴ്സ്, അതായത് പൊതുജനങ്ങളാണ് വഹിക്കേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ വഹിക്കേണ്ടി വരുന്നത് വേറൊരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എഫിഷ്യന്റ് ആവാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ആളുകളുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ നമ്മൾ ഒരിക്കലും ശ്രദ്ധയോടെ ഒരിക്കലും നമ്മൾ ഗുണം വിനിയോഗിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഇൻസെന്റീവ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഗവൺമെന്റ് സിസ്റ്റത്തിലില്ല.
അപ്പം പൊളിറ്റീഷ്യൻസ് എന്താണ് ചെയ്യുക? അവരുടെ വോട്ട് ബാങ്കിന് അവർക്ക് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് അടിസ്ഥാനപരമായിട്ട് അവർക്ക് അധികാരമാണ് വേണ്ടത്. അപ്പോൾ പൊളിറ്റീഷ്യൻസ് അവരുടെ വോട്ട് ബാങ്ക്, അവർക്ക് കൂടുതൽ അധികാരം കിട്ടണമെങ്കിൽ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കണം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അവരുടെ വോട്ട് ബാങ്കിന് എന്താണോ ആവശ്യമുള്ളത് അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പൈസ എടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള മേഖലകളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഇൻസെന്റീവ് വോട്ടായിരിക്കും. അതെ, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള മാത്രമേ യൂസർ ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ വോട്ട് എങ്ങനെ കിട്ടാന്നുള്ളതായിരിക്കും അവരുടെ ഇൻസെന്റീവ് ആയിട്ട് വരിക. അതെ, അപ്പം അവർക്ക് ഒരിക്കലും എഫിഷ്യൻസിനെ കുറിച്ചോ ഇതിന് ലാഭം ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കൺസ്യൂമറിനെ സെർവ് ചെയ്യേണ്ടതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരൊരു മോണോപ്പൊളി ആയിരിക്കും. അവർക്ക് കോമ്പറ്റീഷൻ മറ്റൊരു ഇപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാ മനുഷ്യന്മാരും ഈ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാനല്ലോ ക്യാപിറ്റൽ സിസ്റ്റം. അത് ക്യാപിറ്റൽ സിസ്റ്റത്തിൽ മാത്രമല്ല, ഈ നമ്മൾ ഏത് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള നേച്ചർ കണ്ടിട്ട് സ്വന്തം നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് ഈ പൊളിറ്റീഷ്യൻസിന്റെ കാര്യത്തിലും അത് അപ്ലിക്കബിൾ ആണ്. അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഉള്ള ഏതൊരു എംപ്ലോയി അല്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഗവൺമെന്റ് ലീഡർമാർക്കും മന്ത്രിമാർക്കും ഒക്കെ ഈ ഒരു സ്വന്തം നേട്ടം എന്നുള്ള കാര്യം അപ്ലിക്കബിൾ ആണ്. അങ്ങനെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ആണ് ഇവർ പ്രവർത്തിക്കുന്നത് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാഭം കൊതിക്കുന്ന ഈ ബിസിനസ്സുകാരും സ്വന്തം നേട്ടത്തിനാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് സ്വന്തം നേട്ടത്തിനാണ് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ വ്യത്യാസം ഇവർ രണ്ടു തമ്മിലുള്ളൂ. ഈ ബിസിനസ്സുകാരുടെ സ്വന്തം പണം കൊണ്ടാണ് അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, മറ്റുള്ളവരുടെ പണം കൊണ്ടാണ്. അപ്പൊ ആ ഒരു ഇൻസെന്റീവിന്റെ ഒരു ഡിഫറൻസ് ആണ് ഈ എന്തുകൊണ്ടാണ് പ്രൈവറ്റിലുള്ള എഫിഷ്യൻസി ഉണ്ടാവാനും ഗവൺമെന്റിൽ എഫിഷ്യൻസി കുറയാനും കാരണം. യെസ്, പിന്നെ പ്രൈവറ്റ് എന്റർപ്രൈസ് ആകുമ്പോൾ മാക്സിമം വാല്യൂ കസ്റ്റമറിന് കിട്ടുന്നതെന്ന് ഉറപ്പ് വന്നാൽ മാത്രമാണ് ഈ ഒരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷെ പ്രോഫിറ്റ് ഇൻസെന്റീവ്സ് ഇവർക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഗവൺമെന്റ് ആവുമ്പോൾ വോട്ട് ഇൻസെന്റീവ് മാത്രം നോക്കിയാൽ മതി. അവിടെ യൂസറിന് എത്ര ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ഞാനപ്പോ തൊഴിലാളികളുടെ മൂല്യത്തെ പറ്റി പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തതേ, ഈ അടുത്തിടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയ കോൺവെർസേഷനിൽ ഒരാൾ പറഞ്ഞാണ് വാട്സാപ്പ് ഒക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണം പറയുന്നുണ്ടായി. ഈ പറയുന്ന ആൾക്ക് വാട്സാപ്പ് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള വേറെ കാര്യം എങ്കിലും പറയണം. അപ്പൊ ആൾക്കാരുടെ വിചാരം എന്ന് പറയുന്നത് ഈ സംരംഭത്വം എന്ന് പറയുന്നത് ഒരു ഈസി ജോബാണ്. ഇപ്പൊ മുകളിലിരിക്കുന്ന ഒരാള് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ഇവൻ എലാൻ മസ്ക് ആയാലും ആരായാലും, ഈ സംരംഭക മാത്രമല്ല ഒരു കമ്പനിയുടെ സിഇഒ ആണെങ്കിലും അയാൾ ഒരു ഒരു ഏറ്റവും ടോപ്പിലുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ കൂടെ അതൊരു ഈസി ജോബാണ്. അപ്പം മറ്റുള്ള തൊഴിലാളികൾ പോലെ തന്നെ ഉള്ള ഒരു തൊഴിലാളിയാണ്. എന്തിനാണ് അയാൾക്ക് കൂടുതൽ ശമ്പളം എന്നുള്ളത്? ഈ റിഡക്റ്റോ തന്നെ ഒരു അടുത്തിടയ്ക്ക് ഒരു കമന്റ് ആയിരിക്കും ഒരാൾ അയച്ചു തന്നെയാണ്. റിഡക്റ്റോ ഇട്ടിരിക്കുന്ന കമന്റ്, ഈ ഡ്രൈവർക്ക് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, പിന്നെ അതായത് കമ്പനിയുടെ പകുതി ഒന്നും എഴുതി കൊടുക്കുന്നില്ലല്ലോ ഡ്രൈവർക്ക്. പക്ഷെ എന്തിനാണ് ഒരു പണിയെടുക്കാത്ത സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തിനാണ് ലാഭം കൊടുക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ കമ്പനി. അപ്പൊ സിഇഒയ്ക്ക് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തിനാണ് ലാഭം? തൊഴിലാളികളല്ലേ പണിയെടുക്കുന്നതെന്നുള്ളത്. അതിന്റെ ബേസിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എവിടുന്നാണ് വരുന്നത് എന്നുള്ളത്. ഈ അധ്വാനമാണ് മൂല്യം തീരുമാനിക്കുന്നതെങ്കിൽ അവർ പിന്നെ എല്ലാം അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പം ശമ്പളം മേടിക്കുന്ന ആൾക്കാരെല്ലാം ഈ എക്സ്പ്ലോയിറ്റേഷൻ ആണ് അവിടെ നടത്തുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിൽ ഈ സിമ്പിൾ ആണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇവർക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും ഇതൊന്നും സിമ്പിൾ അല്ല എന്നുള്ള കാര്യം. എങ്കിലും ജസ്റ്റ് ഒബ്വിയസ് ആക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോബാണ്. കാരണം അത്രത്തോളം അൺസർട്ടനിറ്റി ആണ്. നിങ്ങൾ ഒരു കാര്യവും സിമ്പിൾ അല്ല. ഏറ്റവും സിമ്പിൾ ഒരു കാര്യം ആയതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ നേഴ്സിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതൊക്കെ കൂടുതൽ ആൾക്കാർ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോളേജിൽ പോകുന്നു, ഒരു കോഴ്സ് പഠിക്കുന്നു, പഠിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു കമ്പനി എല്ലാ റിസ്കുകളും ഏറ്റെടുത്തോളൂ, നമ്മൾ അവിടെ പോകുന്നു, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആരും ഒരുക്കി തരുന്നു, നമ്മളൊരു ലാപ്ടോപ്പിന് മുമ്പിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഇന്ന റൂമിലെ രോഗികളുടെ അടുത്തേക്ക് പോകാൻ പറയാൻ ആൾക്കാരുണ്ട്, നമ്മളവിടെ പോകുന്നു, നമ്മൾ പണിയെടുക്കുന്നു, എൻഡ് ഓഫ് ദി ഡേ നമ്മൾക്ക് അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഒഴിവാകുന്നു, നമ്മൾ വരുന്നു. പക്ഷെ ഒരു സിഇഒ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ എന്ന് പറയുന്ന അവരുടെയൊക്കെ ജോബ്സ് എന്ന് പറയുന്നത് അവർക്ക് അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇതെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതും ലേബറിനെയും ക്യാപിറ്റലിനെയും ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ തോന്നും. ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത് പല കാര്യങ്ങൾ വെച്ചിട്ട് അൺസർട്ടൻ ആയിട്ട് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരുന്നു, അല്ലെങ്കിൽ ഒരു ലേബർ ഷോർട്ടേജ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വേറൊരു സ്ഥലത്ത് ഇതിനേക്കാളും നല്ല ശമ്പളം കിട്ടുമെന്ന് പറയുമ്പോൾ ഇവിടുന്നുള്ള തൊഴിലാളികളെല്ലാം അങ്ങോട്ട് പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നം വരുന്നു.
അല്ലെങ്കിൽ ഗവൺമെന്റിന് ഒരു പുതിയ റെഗുലേഷൻസ് റെഗുലേഷൻസ് പ്രതീക്ഷിക്കാത്ത ഒരു റൂൾ ഓഫ് റെഗുലേഷൻസ് മാറുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ Dream11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി അവർ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോവാണ്. അപ്പൊ ഗവൺമെന്റ് അവർക്ക് ഒരു മോറൽ ആർഗ്യുമെന്റ് വെച്ചിട്ട് പറയാണ് ഗവൺമെന്റ് ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞ സാധനം ശരിയല്ല, നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല അൺസർട്ടനിറ്റീസ്, നിയമം മൂലമുള്ള അൺസർട്ടനിറ്റീസ്, ഇതിന്റെ എല്ലാം ഇടയിൽ കൂടെ പ്രവർത്തിച്ച് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊരു ഈസി ആയിട്ടുള്ള കാര്യമില്ല. അത് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കാൻ എളുപ്പമാണ്. വാട്സാപ്പ് ആണെ വേണേ ഞാനും ഉണ്ടാക്കാം, അല്ലെങ്കിൽ അല്ലെ സഞ്ജു സാംസൺ അടിക്കുന്ന പോലെ 6 എനിക്കും അടിക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു IPL ടീമിന് അല്ലെങ്കിൽ വിരാട് കോഹ്ലിക്കൊക്കെ എന്തിനാണ് ഇത്ര ശമ്പളം, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈക്വൽ ആണ്, എല്ലാവർക്കും ഒരേപോലെയാണ് ശമ്പളം വേണ്ടത്, എല്ലാവരും തൊഴിലാളികളാണ്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ പണമാണ് ഇവർ എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ആക്ച്വലി ഇത് ചെയ്യുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ചെയ്തിട്ട് വേണമെങ്കിൽ അവർക്ക് ഈ പ്രോഫിറ്റ് എല്ലാം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെ നോക്കാവുന്നതാണ് അല്ലെ? അതെ, ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തില് നിങ്ങൾക്കൊരു സോഷ്യലിസം നടപ്പിലാക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. നേരെ തിരിച്ചില്ല. ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ നിങ്ങൾക്ക് ക്യാപിറ്റലിസ്റ്റ് ആകാൻ പറ്റില്ല. കാരണം സോഷ്യലിസ്റ്റ് സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ അതോറിറ്റിയിലായിരിക്കണം എന്നുള്ളതാണല്ലോ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു സെൻട്രലിലായിരിക്കണം, ആർക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും പോസിബിൾ ആണ്. നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതായത് ഇപ്പൊ നിലനിൽക്കുന്ന സമൂഹത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സോഷ്യലിസ്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള എല്ലാവർക്കും കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പമാണ്, എല്ലാവർക്കും വീതിച്ച കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു കമ്പനി അങ്ങനെ ചെയ്താൽ പോരെ. നിങ്ങളൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുക, എല്ലാവരും കൂടെ നേഴ്സുമാരെ എല്ലാവരും കൂടെ അവിടെ ജോലിക്ക് വെക്കുക, അപ്പൊ അവർക്ക് മിനിമം വേതനത്തിലേക്കാൾ കൂടുതൽ സാലറി കൊടുക്കുക. ഇതെങ്കിലും ചെയ്താൽ പോരെ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടാവുമല്ലോ. നിങ്ങൾ പറയുന്ന പോലെ ഇതെല്ലാം ഈസി ആണ് എങ്കിൽ, അല്ല ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ജോബാണ് CEO എങ്കിൽ, ഏതെങ്കിലും ഒരു നല്ല തലമൂത്ത സോഷ്യലിസ്റ്റിന് ഏറ്റവും മുകളിലുള്ള എടുത്താൽ മതി, ജോലി എടുത്താൽ മതി. കാരണം പുള്ളിയുടെ മനസ്സ് നല്ലതായതുകൊണ്ട് പുള്ളിക്ക് ഒരുപാട് ശമ്പളമൊന്നും വേണ്ടി വരില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ മിനിമം വേജിന്റെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്ന രീതിയിലേക്ക് നടത്തി കൊടുക്കാവുന്നില്ലേ. അതുപോലെ തന്നെയാണ് ഈ എല്ലാവർക്കും സമത്വം വേണമെന്ന് പറയുന്ന ആൾക്കാർ. നിങ്ങളുടെ വാർഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള 10 വീട്ടിൽ നിങ്ങൾ ഈ സമത്വം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നടപ്പിലാക്കുക. ഞാൻ നിയമത്തിന് മുമ്പിലുള്ള തുല്യതയല്ല പറഞ്ഞത്, സമ്പത്തിന് മേലുള്ള തുല്യതയാണ് പറയുന്നത്. ഒരു നിങ്ങളുടെ തൊട്ടടുത്തുള്ള വാർഡിലുള്ള എല്ലാവരും നിങ്ങൾക്കൊപ്പമാണെന്ന് നിങ്ങൾ ഉറപ്പാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങളെ ആരും അതിനെ തടയുന്നില്ല. നിങ്ങൾക്കുള്ളതെല്ലാം വീതിച്ച് അവർക്ക് കൊടുത്ത് നിങ്ങൾക്ക് 10 പേർക്ക് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ജീവിക്കാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനൊക്കെയുള്ള സ്കോപ്പ് ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിലുണ്ട്. ആരും നിങ്ങളെ തടയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും, അതായത് ഈ ബില്യനേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് ഉപകരണങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ സാധനങ്ങളെല്ലാ സെറ്റപ്പും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും എല്ലാം എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം ക്യാപിറ്റലിസ്റ്റിനെ കുറ്റം പറയാനുള്ള സ്വാതന്ത്ര്യം ക്യാപിറ്റലിസത്തിലുണ്ടെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അവിടെ സാധ്യമാണെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴേ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഡയലോഗ് അടിക്കാൻ എളുപ്പമാണ്. ഈ റിഡക്റ്റോളിൽ തന്നെയുള്ള ഒരാള് എന്നോടായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് പുള്ളിക്കാരൻ പറയുന്നത് നമ്മുടെ ബാക്കിയുള്ളവർക്കൊന്നും വീഴ്ച കൊടുക്കാത്ത ബാക്കി നമ്മുടെ പൈസയായിട്ട് ഒരു കാര്യമില്ല, എല്ലാം തുല്യമായിട്ട് വീഴ്ച കൊടുക്കണം. ഇപ്പം ആരെങ്കിലും ഒരാൾ പട്ടിണി എടുക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ സഹായിക്കേണ്ടതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മുടെ ശമ്പളം കൊണ്ട് തന്നെ എല്ലാം വീഴ്ച കൊടുക്കുന്ന ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഇമ്മോറലാണെന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ പോരെ, നിങ്ങളെ പൈസ എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ പോരെ? അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം ഞാൻ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അതുകൊണ്ടാണ് എനിക്കിത് പറ്റാത്തത്. അപ്പൊ സ്വന്തം പൈസ എടുത്ത് ബാക്കിയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതിന് എന്താണ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, എന്താണ് നിങ്ങൾ എവിടെയാണ് തടയുന്നത് വെച്ചിട്ട് അതൊന്നും പറ്റില്ല. ക്യാപിറ്റലിസ്റ്റ് സമൂഹം ഭയങ്കര അടിപൊളി മാളിൽ പോയിട്ട് ഭയങ്കര ഇതിന്റെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡിന്റെ ഒക്കെ സ്റ്റാറ്റസ് എടുത്ത് പുള്ളി സ്റ്റോറി ഇടുകയും ചെയ്യും. ഇത് ഈ ഇത്രയും പൈസ എടുത്തിട്ട് ഈ ലക്ഷറി ആയിട്ടുള്ള സാധനം തിന്നതിന് പകരം ആ പൈസക്ക് പാവങ്ങളെ സഹായിച്ചാൽ പോരെ. അത് ചെയ്യില്ല. അത് സഹായിക്കാതെ എന്തുകൊണ്ട് അത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, അല്ലാതെ മൂപ്പരുടെ പ്രശ്നമല്ല. അങ്ങനെയാണ് ഇവര് അപ്പൊ ഇവര് പറയുന്നത് ഇത് മുഴുവൻ സോഷ്യലിസ്റ്റ് സമൂഹമാക്കുക, അതായത് ലോകം മുഴുവൻ സോഷ്യലിസ്റ്റ് സമൂഹം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം, അതായത് മാർക്സ് പറഞ്ഞ പോലെ ആ രീതിയിലേക്ക് ലോകം മുഴുവൻ സോഷ്യലിസ്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളെ പൈസ ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ. അതുവരെ മറ്റുള്ളവർ ഞാനും സോഷ്യലിസ്റ്റ് ആവാനാണ്.
അതെ സി അതിന്റെ ബാക്കിയുള്ളവരൊക്കെ ആവശ്യമില്ല പൈസ അവർക്ക്. കൊടുക്കണം. അതാ അത് പറഞ്ഞേ, കഴിഞ്ഞ അത് ശേഷം ചിലപ്പോ മാത്രമേ അവരുടെ തെറ്റിദ്ധാരണയായിരിക്കും. അല്ലെ, അവരുടെ തെറ്റിദ്ധാരണ ഇവർ ഇപ്പം ഇവര് ഈ പറയുന്ന പോലെ സോഷ്യലിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഇവർക്ക് സോഷ്യലിസ്റ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരുപാട് സ്കോപ്പുകൾ ഉണ്ട് ആക്ച്വലി. ഇവർക്ക് ഒരുപാട് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇപ്പൊ ഇവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് തുടങ്ങാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്കൂളുകൾ തുടങ്ങാം, എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനികൾ തുടങ്ങാം. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടാക്കാം, ആളുകളെ കൊണ്ട് ഉപയോഗിപ്പിക്കാം, ഫ്രീ ആയിട്ട് കൊടുക്കാം, എന്ത് വേണേലും ചെയ്യാലോ. ആരും നിങ്ങളോട് പറയുന്നില്ലല്ലോ അത് ചെയ്യരുതെന്ന്. നമ്മൾ പറയുന്നത് എന്താണ്, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന ഒന്നും ഗവൺമെന്റ് കൊണ്ടുവരുമെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴും. ആ കാര്യത്തിലെങ്കിലും നമ്മൾ അവർക്ക് സഹായമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾക്കിപ്പം ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നഷ്ടങ്ങളൊക്കെ സഹിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ തുടങ്ങണ്ടേ. അപ്പൊ ഗവൺമെന്റ് പറയണം അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ, നിങ്ങൾ റിസ്ക് എടുക്കല്ലേ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരും. നമ്മൾ അതിനെതിരെ ആയിരിക്കും. ഗവൺമെന്റ് അങ്ങനെയൊന്നും ആരെയും തടയാൻ പാടില്ല എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിൽ ആരും നിങ്ങളെ തടയുന്നില്ല. നിങ്ങൾ എന്തിനാണ് അതിനെ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ പ്രശ്നമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്? ഏറ്റവും ബേസിക്കലി ഇവർക്കൊക്കെ ശമ്പളം കിട്ടുന്നതിനകത്തുനിന്ന് ഇവർക്കൊക്കെ ശമ്പളം കിട്ടുന്നതിനകത്തുനിന്ന് അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പം ഇവർക്ക് ചിലപ്പോൾ വലിയ സിറ്റിയിലൊക്കെ ആയിരിക്കുമല്ലോ, പുറത്തേക്ക് ഇറങ്ങി കാണുന്ന പാവപ്പെട്ടവർക്കെല്ലാം കുറച്ചെങ്കിലും ഒക്കെ കൊടുത്തുകൂടെ ഇവർക്ക്? അതിനൊന്നും ആരെങ്കിലും വന്ന് ഇവരുടെ കൈ പിടിക്കുവോ? നിങ്ങൾ എന്തിനാ കൊടുത്തേന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഹിപ്പോക്രസിക്കൊക്കെ ഒരു പരിധിയില്ലേന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ പറയുന്നത് സെൽഫ് ഇൻട്രസ്റ്റ് ആണ് എല്ലാ മനുഷ്യരെയും ഡ്രൈവ് ചെയ്യുന്നത്. സെൽഫ് ഇൻട്രസ്റ്റ്, സ്വന്തം കാര്യം നോക്കുന്നതിൽ പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച് എല്ലാവരും ജീവിക്കുകയാണെങ്കിലാണ് ഒരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ള പോയിന്റാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരും അവരവരുടെ താല്പര്യത്തിൽ ജീവിക്കുക. പക്ഷെ ഇവര് പറയുന്നത് എല്ലാവരും അവരവരുടെ താല്പര്യം ജീവിക്കാൻ പാടില്ല, നമ്മുടെ സ്വന്തം അധ്വാനിച്ചിരിക്കുന്ന പൈസ ആയാലും നമുക്ക് നല്ല പങ്ക്, എല്ലാവർക്കും ഒരുപോലെയാണ് പങ്ക്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും പട്ടിണി മാറ്റിയിട്ട് മാത്രമേ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവര് പറയുന്നത് അങ്ങനെ. ഇവര് പറഞ്ഞിട്ട് ഇവര് കയ്യിലുള്ള പൈസ എടുത്ത് ഇവര് എക്സ്പെൻസീവ് ആയിട്ടുള്ള മോളിൽ പോവുക, അതുപോലെ ഭയങ്കര അടിപൊളിയായിട്ട് ലാവിഷ് ആയിട്ട് ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതം ജീവിക്കുക, കോടികൾ. ഇപ്പൊ നേതാക്കളെ കാര്യം എടുത്തെടുത്തിട്ട് നമ്മുടെ ബേണി സാൻഡേഴ്സിന്റെ ഒരു കോട്ടുണ്ട്. ഒരു 5-6 കൊല്ലം മുന്നേ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മില്യണേഴ്സ് ഒക്കെ പ്രശ്നമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി മില്യണയർ ആണെന്നുള്ള ആളുകൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിന്റെ കോട്ടിൽ മൊത്തം ബില്യണേഴ്സ് മാത്രം പ്രശ്നക്കാർ, അങ്ങനെ പറഞ്ഞത്. അതായത് സ്വന്തമായിട്ട് ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലൊക്കെ എടുത്ത് പൈസ എടുത്ത് ടോപ്പ് 1%, 0.1% ഉള്ള ആളുകൾ തന്നെ ഇവര് പറയും ബാക്കി ടോപ്പ് 1% ഒക്കെ ചൂഷകരാണ് പറയും. ഇവര് സ്വന്തമായിട്ട് അത് പറഞ്ഞപ്പോഴേ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ, എനിക്ക് ശ്രീരാഗ് അയച്ചു തന്ന ഒരു വീഡിയോയെ പറ്റി ഞാൻ പെട്ടെന്ന് ഓർത്തേ. ഈ സാൻഡേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ അതേപോലെ വേറൊരു പുള്ളി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുറെ വായ്ത്താളം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, ഈ സോഷ്യലിസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ PS5 എങ്ങനെ വാങ്ങിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ആ പുള്ളി അതിന് വളരെ ഓണസ്റ്റ് ആയിട്ട് മറുപടി കൊടുത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ PS5 വാങ്ങിക്കാൻ പറ്റും, അതൊരു ഡെമോക്രാറ്റിക് ആവശ്യമാണെങ്കിൽ, എല്ലാവരും അത് അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PS5 വാങ്ങിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊരു സോഷ്യലിസ്റ്റ് സമൂഹം ആയി കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഈ സോഷ്യലിസത്തെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന ടീമുകളുണ്ടല്ലോ, ഈ റിഡക്റ്റോ ടീമുകൾ ഉൾപ്പെടെ സോഷ്യലിസം ആയെന്ന് കരുതുക. അപ്പൊ ഇവരുടെ ഈ റിഡക്റ്റോ ചാനലിന്റെ പ്രസക്തി, അപ്പൊ ഇവർക്ക് റിഡക്റ്റോ അല്ലെങ്കിൽ അവരുടെ ചാനലിൽ പോയിട്ട് സംസാരിക്കുന്നതായിരിക്കും അവർക്ക് താല്പര്യം. അപ്പൊ എന്തായിരിക്കും ഇതുപോലെ സ്റ്റാലിനെ പോലെയോ മാവോ പോലെ ഒരു നേതാവിന്റെ അടുത്ത് നിന്നിട്ട് സാറേ ഞങ്ങളുടെ റിഡക്റ്റോ ചാനലിന് ഇന്ന് പരിപാടി ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ ആരിങ്ങനെ ആലോചിക്കും, സ്റ്റാലിൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അത് വേണ്ട, നമുക്ക് മൊത്തം പട്ടിണി കുറച്ചുകൂടെ മാറ്റാനുണ്ട്, അതുവരെ നീ നിന്റെ റിഡക്റ്റോ ചാനൽ ഒന്ന് നിർത്തിവെക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയൊന്നും അല്ല കേട്ടോ. PS5 കാര്യം ഒരാൾ ചോദിച്ചതിന് മറുപടി ഇയാൾ ഇങ്ങനെയാണ് പറഞ്ഞേ, ഒരു ഡെമോക്രാറ്റിക് ആവശ്യമാണെങ്കിൽ. റിച്ചാർഡ് വോൾഫിനോ, അതെ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കേട്ടിട്ടില്ല. അപ്പൊ പുള്ളിയാണ് ഇങ്ങനെ പറയണേ നിങ്ങളുടെ അപ്പൊ അത് കേൾക്കുന്ന അവൻ ചിലപ്പോ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കോട്ടെ ചോദിച്ചേ, അവനായിരിക്കും പണി പാളിയോ, ഇതാകുമ്പോ ഇപ്പൊ അവന് PS5 വേണം വാങ്ങിക്കാം. ട്രോളാൻ വേണ്ടി ചോദിച്ചതാണ് ഇത്. ഈ സോഷ്യലിസ്റ്റുകളുടെ അടുത്ത് നമ്മള് മറ്റേ ഞങ്ങൾക്ക് എല്ലാവർക്കും ബീച്ച് ഫ്രണ്ട് ഹൗസ് വേണം, വാട്ടർ ഫ്രണ്ട് ഹൗസ് വേണം, നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും നടക്കും, എന്താ സംശയം, നടക്കും എന്ന് പറയും. ആ സംഭവമാണ്. അതായത് ഈ സാധനം റിസോഴ്സസ് സ്കേഴ്സ് ആണെന്നുള്ളത് ഇവരുടെ മൈൻഡിലേ ഇല്ല. ദർ ഇസ് ഓൾവേസ് എ ട്രേഡ് ഓഫ്. ഇതൊന്നും ഇവരുടെ മൈൻഡിലേ ഇല്ല. ഇത് ഇവരുടെ വിചാരത്തിൽ എല്ലാം കുഴിച്ചെടുക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒന്ന് കുഴിച്ചെടുത്താൽ പോരെ, എല്ലാവർക്കും ഉള്ളത് കുഴിച്ചെടുത്ത് ഉണ്ടാക്കാന്നുള്ളതാണ് ഇവരുടെ ഒരു ധാരണ. നമ്മൾ ഈ റിസോഴ്സസ് സ്കേഴ്സ് ആണ്, ട്രേഡ് ഓഫ് ഉണ്ട്, അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വർക്ക് ചെയ്യും നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്. റിയാലിറ്റി ഇതാണ്. എന്നീ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ
ഈ നേഴ്സുമാരുടെ സാലറി എന്തുകൊണ്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നതിനുള്ള അതിന്റെ പുറകിലുള്ള റീസൺസ് ആണ് ജിഷ്ണു പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ വിഷ്ണു ഈ അടുത്തിടയ്ക്ക് ഈ സുപ്രീം കോർട്ട് ഒരു നിയമം എന്തോ സ്ത്രീകളുടെ കാര്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഒരു അഭിപ്രായം പറയണ്ടായിരുന്നു. ഇത് ആർത്തവാവധി കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇതാകും എന്നുള്ളത്. ഇപ്പൊ പ്രോഫിറ്റ് നോക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ അവർ സ്ത്രീകൾക്കുള്ള ജോലി സാധ്യത കുറയും. അപ്പൊ നമ്മൾ ഇത് എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ ഓരോ വിഷയത്തിലും പറയുന്നത്. അപ്പൊ നമ്മൾ ചുറ്റും കാണുമ്പോൾ നമ്മളത് പറയുന്നു. പക്ഷെ അതാണ് അനാലിസിസ് എന്ന് പറയുന്നത്, ലോജിക്കൽ അനാലിസിസ്. അപ്പൊ നമ്മൾ അവിടുന്ന് മാറ്റി നിർത്തുന്നു. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പറയുമ്പോൾ ഇവരിത് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ പറയുന്നത് ലാഭം മാത്രം നോക്കിയുള്ള ആ രീതിയിൽ നിയമം ഉണ്ടാക്കിയാൽ മതി എന്നാണോ, അല്ലെങ്കിൽ ആളുകൾക്ക് ജീവിക്കാനുള്ള പൈസ കൊടുക്കേണ്ടതാണോ എന്നാണോ? അതായത് നമ്മൾ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് അവർക്ക് അത്ര ശമ്പളം കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ പറയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംരക്ഷിക്കാനുള്ള നിയമങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് ബേസിക്കലി. പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈ സംഭവിക്കും. കാരണം അങ്ങനെയാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്, അങ്ങനെയാണ് സമൂഹം. ഉദ്ദേശിക്കുന്നത് അതല്ല, ഞങ്ങൾ എക്സ് ചെയ്യുന്നത് ഇത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതല്ല, ഞങ്ങൾക്ക് സംഭവിക്കേണ്ട ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ എക്സ് ചെയ്യുന്നു. അതെ അതെ, അതാണ് അതിന്റെ. അല്ല, അത് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളെ ആഗ്രഹത്തെ നമുക്ക് പല കാര്യങ്ങളുണ്ട്. നമ്മള് ഈ ശ്രീനിവാസൻ മറ്റേ നാടോടിക്കാറ്റിൽ പറഞ്ഞ പോലെ ഈ കാറ് വേണം, ഇത് പൂന്തോട്ടം വേണം, എല്ലാം വേണം, ഒക്കെ 150 രൂപയ്ക്ക് കിട്ടണം എന്ന് പറയുന്നവരാണ് ഈ സോഷ്യലിസ്റ്റുകളുടെ ഒക്കെ അവസ്ഥ. അപ്പം നമ്മള് സോഷ്യലിസ്റ്റ് എന്നുള്ള മാത്രമല്ല, ഇപ്പം ഈ സോഷ്യലിസ്റ്റ് അല്ല എന്ന് പറയുന്ന ആളുകളോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ പറയാം, അപ്പൊ എന്തെങ്കിലും വിലക്കയറ്റം വന്നു കഴിഞ്ഞാൽ അപ്പം ഗവൺമെന്റ് ഇടപെടണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 99% ആളുകളും ഇടപെടണം എന്ന് തന്നെ പറയുള്ളൂ. അങ്ങനെ വിലക്കയറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വില കുറച്ച് നിർത്താൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറയുക. പക്ഷെ ഇവര് നമ്മളെന്താ പറയുന്നത്, അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടപെടാതിരിക്കുന്ന അവസ്ഥേനേക്കാളും കൂടുതൽ വേഴ്സ് ആയി പോവാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ ഒരു പ്രശ്നം വിലക്കയറ്റം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ള റൂട്ട് കോസ് ആണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു സാധനത്തിൽ ഇപ്പൊ പെട്ടെന്ന് വിലക്കയറ്റം ഉണ്ടായി. ഇപ്പൊ നമ്മൾ ഗ്യാസിന്റെ കാര്യം തന്നെ പറഞ്ഞു. ഇപ്പൊ യുദ്ധം നടക്കുകയായിട്ട് ഇപ്പൊ ഗ്യാസിന്റെ ഷോർട്ടേജ് ഭയങ്കരമായിട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങനെ ഗ്യാസ് ഷോർട്ടേജ് എന്ന് പറയുമ്പോൾ ഗ്യാസിന്റെ സപ്ലൈ കുറവാണ്, പക്ഷേ നമ്മൾ ഗ്യാസ് ആവശ്യമുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലുമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഗ്യാസിന്റെ വില കൂടുകയല്ലേ ചെയ്യുള്ളൂ. പക്ഷെ അത് കൂട്ടാതെ ഈ ഒരേ സ്ഥലത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആളുകൾക്ക് സ്കെയർസിറ്റി, ഇത് സ്കെയർസ് ആയിട്ടുള്ള ഒരു കൊമോഡിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സിഗ്നൽ കൊടുക്കില്ല, ആളുകൾക്ക് ആ സിഗ്നൽ കിട്ടില്ല, സ്കെയർസ് ആണെന്നുള്ള സിഗ്നൽ കിട്ടില്ല. ആളുകൾക്ക് അത് ഉപയോഗിക്കുന്നവർക്കും കിട്ടില്ല, അത് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്കും കിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു സാധനം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം കൂട്ടിയാൽ മാത്രമേ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലാതെ അതിന്റെ വില കുറച്ച് വെച്ചുകൊണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രശ്നം, ആ സാധനം കുറവാണെന്നുള്ളൊരു ഫാക്ട് ഇല്ലാതായി പോകുന്നില്ല. അപ്പൊ നമ്മൾ അത് കൂട്ടാൻ വേണ്ടി മാക്സിമം എന്താണ് ചെയ്യേണ്ടത്, അത് കൂട്ടാൻ കൂടുതൽ ആളുകൾ അതിന് മുന്നോട്ട് വരണം. അങ്ങനെ കൂടുതൽ ആളുകൾ എങ്ങനെയാണ് മുന്നോട്ട് വരിക, അവർക്ക് കൂടുതൽ ഇത്രയും റയർ ആയിട്ടുള്ള ഒരു കൊമോഡിറ്റി അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടി കൂടുതൽ ഡിഫിക്കൽട്ട് ആവുന്നത്. അപ്പൊ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള റിവാർഡ് കിട്ടും എന്ന് അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഈ ഒരു പണിക്ക് ഇടപെടുള്ളൂ. ഇപ്പം ഈ ഇറാനും ഇവരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടഞ്ഞു പോയതുകൊണ്ട് വരാൻ വേണ്ടി പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം വേറെ ഏതെങ്കിലും വഴി കൂടെ ഇന്ത്യയിലേക്ക് ഈ സാധനം എത്തണം എന്നുണ്ടെങ്കിൽ അത് ബില്ലിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് അത്രയും ലാഭം കിട്ടണം. ഇപ്പം വേറെ മറ്റു രാജ്യത്തുള്ള ആളുകളൊക്കെ ഇപ്പം നമ്മളിപ്പം ഈ ഒരു സംഭവം ഇപ്പം നമ്മൾ ഈ ഗ്യാസിന്റെ വില ഇപ്പം നമ്മൾ കൂടാതെ ഇപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യയിൽ ഗ്യാസിന്റെ വില കൂടുന്നില്ല. അപ്പൊ അങ്ങനെ ഗ്യാസിന്റെ വില കൂടാതെ പിടിച്ചു വെക്കുമ്പോൾ എന്താണ്, ഈ ഒരു ഇന്ത്യയിൽ ഇപ്പം ഈ ഒരു ഗ്യാസ് ഇവിടെ എത്തിച്ചുകൊണ്ട് വേറെ രാജ്യത്തുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. അവർക്കും അവരെടുക്കുന്ന റിസ്കിനനുസരിച്ചുള്ള എക്സ്ട്രാ പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അവര് ഈ ഒരു സപ്ലൈ ഇന്ത്യയിലേക്ക് കൂട്ടാൻ വേണ്ടിയുള്ള പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടുള്ള എഫേർട്ട് ഒന്നും അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഈ ഒരു പ്രൈസിന്റെ മെക്കാനിസം, പ്രൈസ് കൂടാൻ എത്ര വേണമെങ്കിൽ കൂടാൻ, അല്ലെങ്കിൽ ആളുകൾക്ക് എത്ര ലാഭം ഉണ്ടാക്കാനുള്ള അവസരം അവിടെ എന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഏത് രാജ്യത്തുള്ള ആളുകളായാലും അവിടെ നിന്ന് ഇവിടേക്ക് സാധനം എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അവർ മാക്സിമം അത് സപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അങ്ങനെ സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഇന്ത്യയിലുള്ള ആളുകൾ തന്നെ പല സ്ഥലത്തുള്ള ആളുകൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടി ശ്രമിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക് അത് മാക്സിമം വാങ്ങാനും, അതുപോലെ തന്നെ വില കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗം നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ കാര്യം ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മുടെ സപ്ലൈ കൂട്ടിയും കൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ
ഏറ്റവും മികച്ച രീതിയിൽ കഴിയാവുന്ന രീതിയിൽ ഇപ്പൊ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു എഫക്റ്റ് ഇവിടെ ഉണ്ടാവും. പഴയ പോലെ എന്തായാലും ആവില്ല. എന്നാലും ഈ നിലവിലുള്ള അവസ്ഥയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും. നേരെ മറിച്ച് ഇവിടെ ഗവൺമെന്റ് ഇവിടെ ഈ പ്രൈസ് കൺട്രോൾ ചെയ്ത് വെക്കുമ്പോൾ സപ്ലൈ കൂട്ടാനുള്ള ഇൻസെന്റീവ് ആളുകൾക്ക് ഉണ്ടാവുന്നില്ല. ഈ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? റേഷൻ ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു സാധനം. അതുപോലെ ഹൗസ് ഹോൾഡിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയും അതുപോലെ ഹോട്ടലിന് കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹൗസ് ഹോൾഡിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക പറയുമ്പോൾ ഹൗസ് ഹോൾഡിന് ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും. ഗ്യാസ് കിട്ടുകയും ചെയ്യും. ഈ പാചകവാതകം ആവശ്യമുള്ള ഈ ഹോട്ടലുകൾക്കും കാര്യങ്ങൾക്കൊന്നും ഇത് കിട്ടാത്ത അവസ്ഥയുണ്ടാവും. അപ്പം എഫിഷ്യന്റ് ആയിട്ട് ഈ ഒരു വിഭാഗം കിട്ടുന്ന ആളുകൾ അത് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുകയില്ല. കിട്ടുന്ന കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക് അത് കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പൊ അത് ഒരു ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഉപയോഗം എഫിഷ്യന്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ സപ്ലൈ കുറയുകയും ചെയ്യും. അങ്ങനെ ക്രൈസിസ് ആക്ച്വലി കൂടുതൽ വേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ഒരു റിയാലിറ്റി സപ്ലൈ കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സപ്ലൈ കുറയുകയാണെങ്കിൽ സപ്ലൈ കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അതിനുള്ള സപ്ലൈ കൂട്ടാനുള്ള ഇൻസെന്റീവ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഉപയോഗം കുറയ്ക്കുവാനും ഉള്ള ഇൻസെന്റീവ് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും. അല്ലാതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉള്ള ഒരു സ്ഥലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ സ്കാർസിറ്റി അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് പ്രൈസ് എന്നുള്ള ഇൻസെന്റീവ് ആണ് ഏറ്റവും മികച്ച രീതിയിൽ നമ്മളെ ഓരോരുത്തരെയും അതിനെ ഇൻസെന്റിവൈസ് ചെയ്യുന്ന ഒരു മെക്കാനിസം എന്നുള്ളത്. പ്രൈസ് മെക്കാനിസത്തിന് അതേപടിക്ക് വിടുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സിഗ്നൽ ഞാനൊരു കാര്യം ചോദിക്കാം. അതായത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും തൊഴിലാളികളുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന നമ്മുടെ കേരള ഗവൺമെന്റ് എന്തുകൊണ്ടായിരിക്കും ഈ നഴ്സുമാരുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് ഒരു മിനിമം വേജ് നിശ്ചയിക്കാത്തത്? അല്ല, നിശ്ചയിച്ചല്ലോ. ഇപ്പൊ ഗവൺമെന്റ് എന്തോ 28,000 എന്തോ ആക്കിയിട്ട് എന്തോ പറഞ്ഞു. ഒരു 40 പറഞ്ഞപ്പോ അതിന്റെ 28,000 എന്തോ ആക്കി തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഒരു 40 ആക്കി കൊടുക്കാത്തത്? 40 ആയിട്ട് കൊടുക്കാതെ എന്തുകൊണ്ടാണ് അവർ 80 ആയിട്ട് കൊടുക്കാത്തത് എന്നുള്ളത് തന്നെ ആലോചിച്ചാൽ പോലെ. 40 മാത്രം എന്താ ഒതുക്കുന്നത്? 80 ആക്കിയാൽ കൂടുതലായിട്ടും ഇത്രയും വർക്ക് ചെയ്യുന്ന മാലാഖമാരല്ലേ. അപ്പൊ അവർക്ക് 80 കിട്ടിയാൽ എന്താ പ്രശ്നം? 80 പോട്ടെ, 1 lakh കിട്ടിയാൽ എന്താ, 2 lakh കിട്ടിയാൽ എന്താ പ്രശ്നം? ഇത് നല്ലല്ലേ? ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? അങ്ങനെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും താഴെ അത്രയും പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത നഴ്സുമാർക്കൊക്കെ ജോലി പോകുക എന്നുള്ളത് മാത്രം സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓരോ 2-3 കൊല്ലം കഴിയുമ്പോഴും സാധനങ്ങളുടെ വില കൂടും. അതിന് അനുപാതമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേജ് കൂടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇപ്പൊ ഈ പറയുന്ന മല്ലു ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നവന് അടുത്ത 5 കൊല്ലം ശമ്പളം കൂടിയില്ലെന്ന് വിചാരിച്ചോ? സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്, ഞാൻ വേസ്റ്റ് ആന്ന് പറയും വീട്ടിൽ ഇരിക്കും. ഇല്ല, ഇവൻ പോയി സമരത്തിന് ഇറങ്ങും. എനിക്ക് ശമ്പളം കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ സമരത്തിന് ഇറങ്ങും. ഇവനും ഇറങ്ങേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ ലോജിക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. CEO കൂടുതൽ എടുത്തോട്ടെ, എനിക്ക് ഇൻക്രിമെന്റ് വേണ്ട, എനിക്ക് അല്ലെങ്കിൽ കൂടുവാണെങ്കിൽ ഇൻഫ്ലേഷനിലും കുറഞ്ഞ ഇൻക്രിമെന്റ് എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ല, ഈ നിയോ ലിബറൽ കാലഘട്ടത്തിൽ ഞങ്ങൾ സ്വയം മുതലാളിമാരായി എന്ന് തെറ്റിദ്ധരിച്ച കുറെ IT വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവന്മാരൊക്കെ ഇപ്പം ബാംഗ്ലൂരിൽ ഇറങ്ങി സമരം ചെയ്യുകയാണ്. അതെ, ബാംഗ്ലൂരിൽ ഞാൻ സമരം ചെയ്യുന്നുള്ളതാണ് ആരോപണം. ഇതിന്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ദൈവവിശ്വാസമൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ ആരെങ്കിലും ആയിട്ട് ഭയങ്കരമായിട്ട് ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അവസാനം പറയും, നീയൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ദൈവത്തിനെ വിളിക്കണം, അല്ലെങ്കിൽ നീയൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ ദൈവത്തിനെ വിളിക്കുന്ന പറയും. അതേപോലത്തെ ആ ആർഗ്യുമെന്റ് ആയിട്ട് എന്തെങ്കിലും വ്യത്യാസം നോക്കിയിട്ട്, അതായത് നീ ഇൻക്രിമെന്റ് കിട്ടാണ്ട് ഒരു 5 വർഷം നിൽക്കുമ്പോൾ നീ സമരത്തിന് ഇറങ്ങുന്നതാണ് ഇവർ പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇവര് ഡീപ്പ് ഇൻസൈഡ് ദേ ആർ സ്റ്റിൽ ബിലീവേഴ്സ്, ദേ ഹാവ് എ ഗോഡ്, ദേ ഹാവ് എ ബിലീഫ്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് റീസൺ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് ചെയ്യാൻ കുറച്ചും കൂടി ഔട്ട്പുട്ട് തരുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് കയറി അവർ പോവാ. ഞാൻ വളരെ ചെറിയ എമൗണ്ടിന് ജോലി ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. ഞാൻ ഓരോ കമ്പനിയിലും 5 കൊല്ലം നിന്നിട്ട് ഇവർ ഇൻക്രിമെന്റ് തരും, ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഞാൻ സമരത്തിന് ഇറങ്ങും എന്ന് പറഞ്ഞിട്ടല്ല എന്റെ ഒരു ഗ്രോത്ത് ട്രജക്ടറി അങ്ങനെയല്ല. അല്ലെങ്കിൽ ഒരു വർക്ക് ഫോഴ്സിൽ നിൽക്കുന്ന ഒരാളുടെ ഗ്രോത്ത് അങ്ങനെ ആയിരിക്കില്ല. അവരവിടെ നിന്നിട്ട് അവർക്ക് ഇഫ് ദേ ബിലീവ് ദാറ്റ് ദേ ഹാവ് ദ കപ്പാസിറ്റി, അവര് കൂടുതൽ വാല്യൂ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനുള്ള ഫൈനാൻഷ്യൽ ഇൻസെന്റീവോ അല്ലെങ്കിൽ സ്കിൽസ് ഡെവലപ്മെന്റോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഗെയിനിങ്ങോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരത് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറിപ്പോവും. അത് തന്നെയാണ് ഞാനും ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ജോലിയിൽ, ഇപ്പൊ ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിയിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ റിഡക്റ്റീവ് പറയുന്ന സൊല്യൂഷൻ, അടുത്ത ഓപ്ഷൻ സമരം ചെയ്യാന്നുള്ളതാണ്. സമരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വാല്യൂ കൂടാൻ വേണ്ടി ഞാൻ സമരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടില്ല. ഞാൻ എന്റെ വാല്യൂ ആരാണോ വാല്യൂ ചെയ്യുന്നത് അവർക്കത് കൊണ്ടുപോയിട്ട് എന്റെ സ്കില്ലിന് ആരാണോ വാല്യൂ ചെയ്യുന്നത് അത് അവർക്ക് കൊണ്ടുപോയി സെല് ചെയ്താൽ മാത്രമാണ് എന്റെ വാല്യൂ കൂടുന്നുള്ളൂ. ഇപ്പൊ ഞാൻ നാളെ സമരം ഇനി ഞാൻ നാളെ പ്രാന്തനായി നാളെ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നാളെ സമരത്തിന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും
അതിന്റെ അർത്ഥം നിങ്ങൾ സമരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ലിന്റെയോ പ്രോഡക്റ്റിന്റെയോ അല്ലെങ്കിൽ സർവീസിന്റെയോ വില കൂട്ടാൻ കഴിയുന്നുള്ളതല്ല. ഞാൻ ഡെലിവലു ആയെന്നുള്ളത് മാത്രമേ അതിനർത്ഥമുള്ളൂ. സോ അതാണ് എനിക്ക് അവർക്ക് പറയാനുള്ള സൊല്യൂഷൻ. അതിന്റെ ഒരു എത്തിക്കൽ ആംഗിളും കൂടി ഞാൻ പറഞ്ഞത്. അപ്പം ജിഷ്ണു ഇപ്പം അതിനുവേണ്ടി സമരം ചെയ്യാണെന്ന് തന്നെ വെച്ചോ. അപ്പൊ നമ്മളിപ്പം ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടുപേർക്കും ഉപകാരമാണ്. അത് വർക്ക് ചെയ്യുന്ന നമുക്കും ഉപകാരമുണ്ട്, നമുക്ക് ശമ്പളം കിട്ടുന്നുള്ള ഉപകാരമുണ്ട്. വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആളിന് അവർക്കും നമ്മൾ കൊടുക്കുന്ന വാല്യൂ, നമ്മൾ ചെയ്ത വർക്ക് കൊണ്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തിനെക്കാട്ട് അവർക്ക് ഉപകാരമുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും ഉപകാരമുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ആ വർക്ക് അവിടെ ഉണ്ടാകുന്നത്. അതിൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രം ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇപ്പം മല്ലുവിന് ഇപ്പം ശമ്പളം, മല്ലുവിന്റെ പ്രൊഡക്ടിവിറ്റി കുറവാണ്, അപ്പൊ അവർക്ക് ശമ്പളം ഇത്ര തരാൻ വേണ്ടി പറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിഷ്ണു ശമ്പളം കൂട്ടാൻ വേണ്ടി സമരം ചെയ്യുന്നു. അപ്പൊ ജിഷ്ണു ശമ്പളം കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവർക്ക് ഒരു അംഗീകരിക്കാവുന്ന ഒരു ട്രേഡ് അല്ലാതെ നടക്കുന്നത്. അപ്പൊ അവര് ജിഷ്ണു പറയുന്നത് അവരെ ആഗ്രഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആണ് ജിഷ്ണുവിന്റെ വില്ല് അവരെ മേത്ത് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. പിന്നെ മാത്രമല്ല അവിടെ വേറൊരാളും ഉണ്ട്. അപ്പൊ അവര് ഇങ്ങനെ പറയാൻ വേണ്ടി കാരണം ജിഷ്ണുവിന്റെ അതേ വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് മറ്റൊരാൾ അവിടെ തയ്യാറായി നിൽക്കുന്നതുകൊണ്ടാണ് അവർ ജിഷ്ണുവിന് കൂടുതൽ ശമ്പളം കൊടുക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ജിഷ്ണു ചെയ്യുന്ന അതേ കാര്യം തന്നെ കുറഞ്ഞ ശമ്പളത്തിൽ ചെയ്യാൻ വേണ്ടി വേറെ ആൾ ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. ജിഷ്ണു സമരം ചെയ്താൽ എന്താ സംഭവിക്കുക, ജിഷ്ണു മറ്റേ ആളെ അവസരം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. ആ കുറഞ്ഞ ശമ്പളത്തിൽ പോലും ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നുള്ള ആ ഒരു തൊഴിലാളിയുടെ താല്പര്യം കൂടി ഇല്ലാതാക്കിക്കൊണ്ടാണ് ജിഷ്ണുവിന്റെ താല്പര്യം അവിടെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ജിഷ്ണു ഒരു യൂണിയൻ നേതാവായിട്ട് നാളെ ഇപ്പൊ സമരം ചെയ്ത് കുറെ ആൾക്കാരെ കൂട്ടി ആ കമ്പനി സമരം ചെയ്ത് എനിക്ക് ശമ്പളം കൂട്ടുന്ന അല്ലെങ്കിൽ കമ്പനി കൂട്ടിക്കുന്ന പറയുന്നുണ്ടെങ്കിൽ ജിഷ്ണുവിന്റെ സെൽഫിഷ് ഇൻട്രസ്റ്റ് ആണ് അവിടെ വർക്ക് വന്നത്. ഈ സെൽഫിഷ് ഒരു ഡബിൾ കോട്ടിട്ട് പറഞ്ഞു. അപ്പം ആ ഒരു സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ജിഷ്ണു മറ്റുള്ളവരുടെ മേത്ത് ജിഷ്ണുവിന്റെ വില്ല് ഇമ്പോസ് ചെയ്യാണ്. അവിടെ നഷ്ടം വരുന്നത് ഈ കമ്പനിക്ക് മാത്രമല്ല, ജിഷ്ണുവിനെക്കാട്ടും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറായി വരുന്ന ഒരു തൊഴിലാളിക്ക് കൂടിയാണ് അവിടെ ഒരു അവസരം നഷ്ടമാകുന്നത്. അപ്പൊ ആ തൊഴിലാളിക്ക് ആ കുറഞ്ഞ ശമ്പളത്തിൽ കിട്ടുന്നതായിരിക്കും അവന്റെ ലൈഫിൽ ഈ ജോലി കിട്ടാതിരിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ആ ഒരു ആളിന്റെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ജിഷ്ണുവിന്റെ സമരം വഴി ഇല്ലാതാക്കുന്നത്. ഈ യൂണിയൻ സമരം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാ സമരത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. തൊഴിലാളി വർഗത്തിന്റെ സമരം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുക. പക്ഷെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലാളികൾക്കും ഒരേ താല്പര്യമില്ല. അപ്പം തൊഴിലാളികളിൽ സമരം ചെയ്യുന്ന കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യൂണിയൻ നേതാക്കളും അവർ പറയുന്ന ആളുകളാണ് അവർക്ക് സമരം ചെയ്യുന്നത്. അപ്പം അതിനെക്കാട്ടും കുറഞ്ഞ ശമ്പളത്തിൽ ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ള മറ്റാളുകൾ കൂടി ജോലി ചെയ്യാൻ സമ്മതിക്കാതെയാണ് ഇവര് സമരം ചെയ്യുന്നത്. അപ്പൊ പറയും അവർ ഈ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ തയ്യാറാവുന്നത് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാന്നിട്ടാണെന്ന് പറയും. അതെ, അവരെ വേറെ ഓപ്ഷനെക്കാട്ടും ബെറ്റർ ആണ് ഈ ഒരു ഓപ്ഷൻ എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾ എടുക്കാൻ വേണ്ടി പാടില്ല, ഞങ്ങൾക്ക് കൂടുതൽ ശമ്പളം കിട്ടണം എന്നല്ലേ ഈ സമരം ചെയ്യുന്ന ആളുകൾ പറയുന്നത്. അപ്പൊ സമരം ചെയ്യുന്ന ആളുകൾ അവരെ താല്പര്യമാണ് നോക്കുന്നത്, അല്ലാതെ എല്ലാ തൊഴിലാളികളെയും താല്പര്യമല്ല നോക്കുന്നത്. അപ്പം അവരെക്കാളും കുറഞ്ഞ ശമ്പളത്തിൽ ആ ഒരു ഇവര് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറായ മറ്റു ജോലിക്കാർക്ക് ആ ഒരു അവസരം കൊടുക്കണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇവർ ആ ഒരു അവസരം എടുത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറായുള്ള ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ല. ഈ എംപ്ലോയേഴ്സ് കൂടുതൽ ശമ്പളം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യണം. അപ്പൊ രണ്ടുപേരുടെയും താല്പര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവര് സംഘടിച്ചിട്ട് ഇവര് ഗുണ്ടായുസം കാണിച്ചിട്ട് ഇവർ ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ അതിന്റെ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ സമരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അത് ഒരു പോയിന്റ് ആലോചിച്ചത്. ഈ സമരം ചെയ്ത് ശമ്പളം കൂട്ടുക എന്നുള്ളതൊന്നും ഒരു മാർസിസ്റ്റുകാരൻ പറയാൻ പാടുള്ള കാര്യമല്ല. ഇവര് പറഞ്ഞ ഒരു കാര്യമാണ്, ഈ പറഞ്ഞ നമ്മൾ കണ്ട വീഡിയോക്കകത്ത് ഇവര് പറയുന്ന കാര്യമാണ്, ഈ മാർക്സിസത്തെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നില്ല, ഇവരാരും മാർക്സിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്നൊക്കെ. മാർക്സിന് ഈ പറയുന്ന സമരം ചെയ്ത് ശമ്പളം കൂട്ടുക എന്നുള്ള പരിപാടിയോടൊന്നും യാതൊരു താല്പര്യമില്ലാത്ത മനുഷ്യനായിരുന്നു. മാർക്സ് പറഞ്ഞു, നിങ്ങൾ സമരം ചെയ്യുന്നതെങ്കിൽ അത് ക്ലാസ് കോൺഷ്യസ്നെസ് കൂട്ടാൻ ഉപയോഗിക്കുന്നെങ്കിൽ മാത്രം അത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അല്ലാതെ നിങ്ങൾ സമരം ചെയ്ത് ശമ്പളം കൂട്ടുമ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ സഹായിക്കലാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ വ്യവസ്ഥയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ ആളാണ് മാർക്സ്. മാർക്സ് ഇങ്ങനെ ഈ ശമ്പളം കൂട്ടണം, പെൻഷൻ വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരെ വിളിക്കുന്നത് വൾഗർ സോഷ്യലിസ്റ്റുകൾ എന്നാണ്. അപ്പൊ ഇവര് മാർക്സിനെ ഫുള്ള് അരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ്, നമ്മൾ മാർക്സിനെ വായിക്കാതെയാണ് പറയുന്നതാണല്ലോ പറയുന്നത്. അപ്പൊ നിയോ മാർക്സിസ്റ്റുകൾ ആയിട്ടുള്ള ഇവരൊരിക്കലും ഇപ്പൊ ഇവർക്ക് പിന്നെ അങ്ങനെ ഈ ഹിപ്പോക്രസി വലിയൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അവർക്ക് പറയാം. എന്നാലും നമ്മൾ പറയാണ്, ഈ നിങ്ങള് മാർക്സിസ്റ്റുകാരനാണെങ്കിൽ നിങ്ങൾ സിസ്റ്റം മാറ്റി സോഷ്യലിസ്റ്റ് ആക്കാനേ ശ്രമിക്കാൻ പാടുള്ളൂ. അല്ല, അങ്ങനെ ഹിപ്പോക്രസി അവർ ചെയ്യുന്നതും ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന് കുഴപ്പമാണ്, അല്ലാതെ അവരെ കുഴപ്പമല്ല.
അല്ല ഈ പുസ്തകം വായിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പം അവിടെ ഒരാൾ ഇന്ന് ചിരിക്കുന്നുണ്ട്. ഞാനത് കണ്ടിട്ട് കുറെ നേരം ഞാൻ ഉള്ളിൽ ചിരിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളി ഈ തോമസ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കുറെ ഐഡിയാസിന്റെ കാര്യങ്ങളുണ്ടല്ലോ, ഈ പ്രൈസ് കാര്യങ്ങളൊക്കെ, ബേസിക് എക്കണോമിക്സ് എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ അത് തോമസ് ഓവലാണ് ആ പുസ്തകം ബേസിക് എക്കണോമിക്സ് എഴുതി. അപ്പൊ ഇവര് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പുസ്തകം വായിക്കാതാണ് വിമർശിക്കുന്നതെന്നൊക്കെ പറയുന്ന ടീമുകള് ഈ തോമസ് ഓവലിന്റെ ബേസിക് എക്കണോമിക്സ് എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ പറയുന്ന പോലെ സമരം ചെയ്തു കഴിഞ്ഞാൽ സപ്ലൈ കൂടില്ലേ, അപ്പൊ ക്യാപിറ്റലിസ്റ്റുകൾ സെൽഫ് ഡിഫീറ്റിംഗ് ആയി അയ്യേ എന്നുള്ള വ്യക്തിഗത കമന്റുകളൊന്നും ഇവര് പാസ്സാക്കൂല. ഇവര് ഈ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ചെയ്ത കാര്യം തോമസ് ഓവലിന്റെ ഏതോ ഒരു ആർട്ടിക്കിളിൽ തോമസ് ഓവൽ എന്തോ ഗേ മാരേജിനെതിരെ എന്തോ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ട്രാൻസ്ഫോബിക് ആക്കിയിട്ട് അത് വെച്ചിട്ട് സംസാരിക്കുക. അല്ലാതെ പുള്ളിക്കാരന്റെ എക്കണോമിക്സ് ആശയങ്ങളൊന്നും എടുത്ത് സംസാരിക്കാൻ ഇവർക്ക് പറ്റില്ല. അതേപോലെ ഇവർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫ്രീഡ്മനെ, അതായത് വൈറ്റ്സിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സ്കൂളുകൾ തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനും അവർക്ക് വളണ്ടിയറി അസോസിയേഷൻസ് ഉണ്ടാക്കിയിട്ട് അവർ ഒരു സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിനെ ഇയാള് ബ്ലാക്സിനെ എന്താ പറയാ ബ്ലാക്സിനെ കൂട്ടാതെയുള്ള അസോസിയേഷൻസിനെ അംഗീകരിച്ചു, ഇയാള് റേസിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും സ്വയം വോളണ്ടിയറി അസോസിയേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞതിനെയാണ് പറയുന്നത് ഇദ്ദേഹം റേസിസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഇവരെ താല്പര്യത്തിന് എഗെയിൻസ്റ്റ് ആവും. അപ്പം അതുകൊണ്ട് തന്നെ ഇയാളെ എങ്ങനെയെങ്കിലും റേസിസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചാപ്പടിച്ച് കൊടുക്കുക. അല്ലാതെ ഇവരെ ബുക്കിൽ എന്താണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവരെന്താണോ എക്കണോമിക് ഐഡിയാസ് മുന്നോട്ട് വെച്ചത്, അതിനൊന്നും ഒരിക്കലും ചലഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കില്ല. അതെ, അയൺറാൻഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനിത് കുറെ തവണ റിപ്പീറ്റ് ചെയ്യല്ലോ, എന്നാലും ഞാൻ ഇത് വീണ്ടും പറയണം. ഈ ബുക്ക് വായിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ പരാതി പറഞ്ഞ ടീമുകളാണ്. അപ്പൊ രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പൊ അയൺറാൻഡിന് സെൽഫിഷ് എന്ന് പറയാനായിട്ട് മടിയായിരുന്നു എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം അവനത് വായിച്ചിട്ടില്ല. കാരണം അയൺറാൻഡ് സെൽഫിഷ് എന്നുള്ള വാക്കിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അവർക്ക് അത് പറയാൻ യാതൊരു മടിയില്ല, അതാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സെൽഫിഷ് എന്ന വാക്കിന്. അപ്പൊ അയൺറാൻഡ് പറയാൻ മടിയായിരുന്നു. സെൽഫിഷ്നെസിന്റെ വിർച്യൂ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആളാണ് അയൺറാൻഡ്. അതെ, എന്നിട്ട് അയൺറാൻഡ് പറയാത്തത് കാര്യങ്ങൾ ഇവരെടുത്തിട്ടൊരു വീഡിയോ തന്നെ അങ്ങ് ചെയ്യാണ്. അപ്പൊ രണ്ടുപേരും ബുക്ക് വായിച്ചിട്ടില്ല. എന്നിട്ട് അവർ അയൺറാൻഡിന്റെ അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള കുറെ ചിലപ്പോൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസിനകത്തൊന്ന് ചുരണ്ടെടുത്താവാം, അല്ലെങ്കിൽ അയൺറാൻഡ് ഒന്ന് സെർച്ച് ചെയ്ത് കിട്ടിയ സാധനങ്ങൾ എടുത്ത് വെച്ച് കലക്കാണ്. എന്നിട്ട് അതിനെതിരെ ഇവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാന്ന് പറഞ്ഞിട്ട് കുറെ നാളുകളായി. ഇതിനൊരു മറുപടി പോലും തന്നിട്ടില്ല. അപ്പൊ ഞാനീ പറഞ്ഞ തോമസ് ഓവൽ ആയാലും റാൻഡ് ആണെങ്കിലും മീസസ് ആണെങ്കിലും ആരാ എടുത്തോലും, ഏത് എക്കണോമിസ്റ്റുകളാണെങ്കിലും ഫിലോസഫേഴ്സ് ആണെങ്കിലും, ഇവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരുടെ ഒരു പുസ്തകം പോലും ഇവർ വായിച്ചിട്ടില്ല എന്ന് 100% ഉറപ്പ് വരാം. ഇവര് പക്ഷെ ഇവര് എന്തെങ്കിലും ക്രിറ്റിസിസം എടുക്കും, അത് എടുത്തു വെച്ചിട്ട് സംസാരിക്കും. അതിന്റെ കൂടെ കുറച്ച് പുച്ഛവും ഇതും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവര് പറയാണ് നിങ്ങളാരും മാർക്സിസം വായിച്ചിട്ടില്ലെന്ന്. എനിക്ക് ഏകദേശം ഉറപ്പാണ് ഇവരാരും മാർക്സിന്റെ പുസ്തകവും വായിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ഏകദേശം ഉറപ്പാണ്. ഞാൻ കാര്യമായിട്ട് പറയാണ്, ഞാൻ മാർക്സിന്റെ എല്ലാ വർക്കുകളും ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഏറെക്കുറെ വായിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ പറയാണ് ഇവര് ഇതുവരെ മാർക്സിനെ മനസ്സിലാക്കിയിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ കൂടുതൽ ഇവര് അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ പല തരത്തിലുള്ള ഹിപ്പോക്രസികൾ ഇവര് കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം മാർക്സിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണെങ്കിൽ അവര് പെരുമാറുന്ന ഒരു മൂരാച്ചിത്തരം മാർക്സിസം ആയിരിക്കും കാണിക്കുക. ഇവരെ പോലെ ഒരു ഹിപ്പോക്രസി മാർക്സിസം കാണിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്സ് എഴുതിയ ഒരു കാര്യവും, അതായത് മറ്റേ ഗൂഗിളിൽ മാർക്സിന്റെ കോഡ്സ് അടിക്കുമ്പോൾ മറ്റേ പിൻട്രസ്റ്റിൽ കാണുന്ന 4 കോഡ്സ് ഒഴിച്ചാൽ മറ്റൊന്നും മാർക്സിൻ്റെതായത് വായിക്കാത്ത ആളുകളാണ് ഈ മാർക്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വാട്സപ്പിൽ വരുന്നത്. ലിറ്ററലി കേശവൻ അമ്മാവന്മാരെന്ന് ഇവരെ നമുക്ക് വിളിക്കാൻ പറ്റൂ. ഒരു ബുക്ക് പോലും ഒരു മാർക്സ് വായിച്ചത് അല്ല എഴുതിയത് വായിച്ചിട്ടില്ല. മാർക്സിന്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ വിമർശകരായ പലര് പോലും മാർക്സിന്റെ കൃതികൾ വായിച്ചിട്ടല്ല, മറിച്ച് മാർക്സിനെ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ട് ഈ കാൽ പോപ്പർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറെ ആളുകൾ എഴുതിയ പുസ്തകങ്ങളെ എന്താ പറയാ അതിന്റെ റഫ് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടാണ് ഇവരൊക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത്. അല്ല, ഒരു പ്രഭാഷണത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞ ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ, ഡേറ്റ ഇല്ലാത്തതൊന്നും ഞാൻ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാഷണമൊക്കെ തുടങ്ങി. ആ ആളാണ് മാർക്സിസം പറഞ്ഞു നടക്കുന്നത്. മാർക്സിസത്തിൽ എന്ത് ഡേറ്റയാണുള്ളത്? മാർക്സിസം ഡേറ്റ വെച്ച് പ്രൂവ് ചെയ്യുന്ന സാധനം. ചില സ്ഥലത്ത് ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് എന്നും പറഞ്ഞിട്ട് പറയും. അപ്പൊ അത് ഫെയിൽ ആകുമ്പോഴത്തേക്ക് ഇവര് ഡേറ്റ വേണം, ഞങ്ങൾക്ക് എല്ലാത്തിനും ഡേറ്റ വേണം എന്ന് പറയും.
അതുപോലെ തന്നെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മാർക്സിസം ഞങ്ങൾ മാർക്സിസ്റ്റുകളാണ് സോഷ്യലിസ്റ്റുകളാണെന്ന് ചില സമയത്ത് പറയും. ചില സമയത്ത് ഇവർ പറയും മിക്സ്ഡ് എക്കണോമിയാണ് വേണ്ടതെന്ന് പറയും. ചേട്ടാ മിക്സ്ഡ് എക്കണോമിയാണ് വേണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളത് മിക്സ്ഡ് എക്കണോമി അല്ലേ, അങ്ങ് പോയാൽ പോരെ, മര്യാദയ്ക്ക് അങ്ങ് പോയാൽ പോരെ, പിന്നെ എന്തിനാണ് നിങ്ങൾ അപ്പൊ അവര് അത് മാറ്റി ചവിട്ടും. അല്ല ഇവര് ഏറെ എങ്ങനെ അറിയാം, ഞാൻ പറയാനുള്ള അനോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടീനെ കൊണ്ട് നമ്മൾ അമ്പലപ്പറമ്പിൽ ഒരു ടോയ് ഷോപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ നോക്കി ഇതാണോ വേണ്ടത്, ഇതല്ല, ഇതാണോ വേണ്ടത്, അതല്ല, എന്താന്നൊരു തീരുമാനം ഉണ്ടായില്ല. കുട്ടിക്ക് ഇതെല്ലാം വേണം. അപ്പൊ ഇവർക്ക് ഇത് അറിയില്ല ഇത് എന്താ വേണ്ടത്. ഇവർക്ക് കോർപ്പറേഷൻസ് ആണോ വേണ്ടത്, മിക്സ്ഡ് എക്കോണമി ആണോ വേണ്ടത്, ചൈനീസ് മോഡലാണോ വേണ്ടത്, കൊറിയൻ മോഡലാണോ വേണ്ടത്, ഇവർക്ക് ഇതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ല. ഇവരിതിലൊന്നും തൃപ്തരല്ല. ഇത് ആരൊക്കെ കുറെ കാശ് ഉണ്ടാക്കുന്നുണ്ട്, കാശൊന്നും നമുക്ക് കിട്ടുന്നില്ല, അതിൽ കുറെ വിഷമമുണ്ട്. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇവർക്ക് വേണ്ട എന്താന്നുള്ളതും ഇവർക്കൊരു ബോധ്യമില്ല. ആണ് വിഷയം. ഈ ഇതുപോലെ തന്നെ ഡോക്കിൻസിന്റെ വൈറസ് ഓഫ് മൈൻഡ് പുള്ളി എഴുതിയത് എന്താണെന്ന് മുഴുവൻ വായിച്ചു നോക്കാതെ പുള്ളി വൈറസസ് എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് പുള്ളിയെ പിടിച്ചിട്ട് ഇസ്ലാമിനെതിരെയാക്കാൻ വേണ്ടിയിട്ട് കുറെ ഇതെടുത്തു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇവർ സൗദി അറേബ്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സൗദി അറേബ്യ രക്ഷപ്പെട്ടത് അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുകയാണ്. അപ്പൊ സൗദി അറേബ്യയിൽ ക്യാപിറ്റലിസം വന്നിട്ടാണ് രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പറഞ്ഞു വരുമ്പോ പറഞ്ഞു വരുമ്പോ ഗ്ലോബലൈസേഷന്റെ പ്രഷർ കാരണമാണ് അവിടെ ചേഞ്ച് ആയത്. കാരണം അവിടെ അത് പറയുന്നത് എന്തിനാണെന്നറിയോ, ഈ ഗ്ലോബലൈസേഷന്റെ പ്രഷർ കാരണമാണ് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഐഡിയാസും ഐഡിയാസ് ആണ് മാറ്റുന്നത്, അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള മാർക്സിന്റെ സാധനം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ എക്സാമ്പിൾ എടുത്തുകൊണ്ട് പോകുന്നത്. പറഞ്ഞു വരുമ്പോഴത്തേക്ക് ക്യാപിറ്റലിസം കാരണം അവിടെ അടിപൊളിയായി സെറ്റപ്പായി എന്നുള്ളതായി. അപ്പൊ ക്യാപിറ്റലിസം ഇമ്മോറൽ ആണെന്നാണ് ലോകം മുഴുവൻ ഇവർ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ഇവര് തന്നെ പലപ്പോഴും പറയുന്ന ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആവും. അപ്പൊ നമ്മൾ ഈ കണ്ട വീഡിയോക്കകത്ത് തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോളാം ജിഷ്ണു. ഈ കണ്ട വീഡിയോക്കകത്ത് തന്നെ അതിനകത്ത് ഒരാൾ വന്നിട്ട് പറയാണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അകത്ത് സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ കാര്യം പറയാണ്. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ പോസ് ചെയ്തിട്ട് ആലോചിച്ചു, ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റ് തന്നെയല്ലേ ഈ പുള്ളിയും പറയുന്നത്. അത് എഞ്ചിനീയറിംഗ് കോളേജില് പണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ കുറവായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജുകൾ കൂടുതലായി, അപ്പൊ എഞ്ചിനീയേഴ്സിന്റെ സപ്ലൈ കൂടി. ഇത് തന്നെയല്ലേ നമ്മൾ നേഴ്സുമാരുടെ കാര്യത്തിലും പറയുന്നത്. അപ്പൊ ഈ സെൽഫ് ഡിഫീറ്റിംഗ് എന്ന് പറഞ്ഞതിന് ശേഷം കേട്ടോ ഇത് പറയുന്നത്. തിരിച്ചിട്ടാ മതി. പുള്ളി ആദ്യം പറഞ്ഞ സപ്ലൈ ഡിമാൻഡ് അനുസരിച്ച് ഒന്നല്ല നടക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ അവരെ എഞ്ചിനീയറിംഗ് കോളേജിൽ കൂടിയോട്ട് എഞ്ചിനീയർമാരെ സപ്ലൈ കൂടി, അതുകൊണ്ട് അവരെ ശമ്പളം കുറഞ്ഞു. അതുപോലെ തന്നെ നഴ്സുമാരെ സപ്ലൈ കൂടി, അങ്ങനെ നഴ്സുമാരെ ശമ്പളം കൂടി. ഇതന്നെ അവർ അവസാനം പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് പറയാ സപ്ലൈ ഡിമാൻഡ് അനുസരിച്ചല്ല ഇതൊന്നും നടക്കുന്നത്. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ മറ്റൊരു സൈഡും കൂടെ ഒരു കാണണം. ഈ നഴ്സുമാർ എന്തുകൊണ്ടാണ് മേജർ സപ്ലൈയിലിരിക്കുന്നത്? പ്രൈവറ്റ് കോളേജുകൾ തുടങ്ങി, അത്രയധികം നഴ്സിംഗ് സ്റ്റുഡൻസ് വന്നു മാർക്കറ്റിൽ. ആവശ്യത്തിൽ കൂടുതൽ നഴ്സിംഗ് സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ടാണ്, അതായത് തൊഴിലാളികളുടെ സപ്ലൈ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറയും. അവിടെ ലേബർ ഫോഴ്സിലും ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. എഞ്ചിനീയർമാരുടെ പണി എങ്ങനെ പോയത്? ഇപ്പൊ ഞാനൊക്കെ എഞ്ചിനീയറാണ്. ഞാൻ വരുന്ന തലമുറയിൽ എല്ലാവരും പറഞ്ഞു പോയി എല്ലാവരും എഞ്ചിനീയറിംഗ് പഠിക്കുന്നു പറഞ്ഞു. എല്ലാവരും പോയി എഞ്ചിനീയറിംഗ് പഠിച്ചു. അന്ന് 18 എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു 16 എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു. പിറ്റേ വർഷം 71 എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ വന്നു ഒരൊറ്റ കൊല്ലം കൊണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജ്. എല്ലാവരും എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. അവസാനം എന്തായി? എഞ്ചിനീയർമാരുടെ പ്രളയമായി. അപ്പൊ എന്താ? സപ്ലൈ കൂടി, ഡിമാൻഡ് കുറഞ്ഞു. യെസ്, ഇറ്റ് വർക്ക്സ്. മാർക്സിസ്റ്റ് ബിലീവ് ഇൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇവര് പറയുന്നത് നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡിലൊന്നും വിശ്വസിക്കാത്തവരെന്നാ പറയുന്നത്. വി നോ. ഒരാളും കൂടെ എന്റെ ഇടയ്ക്ക് റിഡക്റ്റീവ് അല്ല, വേറൊരു ടീം, എനിക്കറിയില്ല റിഡക്റ്റീവിലാണോ പുള്ളി എന്നറിയില്ല. പുള്ളി എക്കണോമിക്സിൽ PhD ഒക്കെ എടുക്കുന്ന ഒരു പുള്ളിയാണ്. പുള്ളി പറഞ്ഞാണ് നിങ്ങൾ റാഷണാലിറ്റി നിങ്ങൾക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഒരു കമന്റ് ആദ്യം ഇട്ടു. പിന്നെ പുള്ളി പറഞ്ഞു ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ചിട്ടല്ല, എല്ലാ സ്ഥലത്തും സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഒരാൾ പറഞ്ഞു മീൻ ചന്തയില് മീൻ വിൽക്കുന്ന പോലെയാണോ നഴ്സുമാരുടെ ശമ്പളം തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇട്ടു. അപ്പൊ ഞാൻ അതിനെ ഇട്ട പോസ്റ്റിനടിയിലാണ് പുള്ളി പറയുന്നത് നിങ്ങൾ അത് പഠിക്കണം, ഈ ക്ലാസിക്കൽ എക്കണോമിക്സ് നിയോ ക്ലാസിക്കൽ എക്കണോമിക്സിൽ അത് പഠിച്ചിട്ടില്ല, ഇത് പഠിച്ചിട്ടില്ല, എല്ലായിടത്തും സപ്ലൈ ആൻഡ് ഡിമാൻഡ് വർക്ക് ആവില്ല, ചില സ്ഥലത്ത് അത് വർക്ക് ആവില്ല. ഏത് സ്ഥലമാണെന്ന് പുള്ളിക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. എനിക്കൊന്ന് വിഷ്ണു അതിന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? പുള്ളിക്കാരൻ പറഞ്ഞത് റാഷണൽ അല്ല, മനുഷ്യൻ റാഷണൽ അല്ല, അതുകൊണ്ട് തന്നെ റാഷണലായിട്ട് പ്രവർത്തിക്കാത്ത കുറെ അവസരങ്ങളുണ്ട്. ആ റാഷണലായിട്ട് പ്രവർത്തിക്കാത്ത അവസരങ്ങളിലൊന്നും സപ്ലൈ ഡിമാൻഡ് വർക്ക് ആവില്ല, അങ്ങനെയാണ് പറയുന്നത്.
അപ്പൊ നമ്മൾ പറയുന്നത് മനുഷ്യൻ റാഷണൽ ഇൻ ദ സെൻസ് റാഷണലിൽ പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. അപ്പൊ റാഷണൽ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി ലോജിക്കലി കൊഹറന്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കല്ലോ, കംപ്ലീറ്റ്ലി കറക്റ്റ് ആയിട്ടുള്ള വസ്തുത മാത്രം പറയുന്ന ഒരാൾ, അങ്ങനെയാണ് നമ്മൾ റാഷണാലിറ്റി ഡിഫൈൻ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജ് വെച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ലോജിക്കലായിട്ട്, അത് ചിലപ്പോൾ തെറ്റുമാവാം ശരിയാവാം, എന്നാലും നമ്മളൊരു ഇതനുസരിച്ച് പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത് അത് റാഷണലായിട്ട് വെക്കാം. അപ്പൊ അവര് പറയുന്നത് ഫസ്റ്റത്തെ ആർഗ്യുമെന്റ് മനുഷ്യൻ റാഷണൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മനുഷ്യൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അല്ല എടുക്കുന്നത്, മനുഷ്യൻ പലപ്പോഴും തെറ്റായിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കാം എന്നുള്ള പോയിന്റാണ് പറയുന്നത്. ഇപ്പൊ ബിഹേവിയർ റിക്വയർമെന്റ്സ് ഒക്കെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പം ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഷർട്ടിന് 400 രൂപ മറ്റേ ഷർട്ടിന് 600 രൂപ എന്നൊക്കെ ഉള്ള ആ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ മൈൻഡിൽ ഫിക്സ് ആക്കുക. അപ്പൊ ഈ ഷർട്ടിന്റെ വില ഒരു 400 രൂപ അല്ലെങ്കിൽ ആ റേഞ്ചിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിന് ആങ്കറിങ് എഫക്ട് എന്നൊക്കെ പറയും. പകരം നമ്മുടെ മനസ്സിലൊരു ബയാസ് ഉണ്ടാക്കുക. നമ്മൾ പ്രൈസിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, ചിലപ്പോൾ 100 രൂപയുടെ ഷർട്ടായിരിക്കും, എന്നാലും അവിടെ അങ്ങനെ ഒരു ഫിക്സ് വരുമ്പോൾ ഒരു ആങ്കറിങ് എഫക്ട് അവിടെ വരുമ്പോൾ നമ്മളെ മനസ്സിൽ ചേഞ്ച് ആവുകയും ചെയ്യും. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അത്രയും പൈസ കൊടുക്കാൻ തയ്യാറായി വരികയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന ഇതിൽ നമുക്ക് വരുന്ന എറേഴ്സ്. അപ്പൊ അതൊക്കെ ഇറാഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇറാഷണൽ ആയിട്ട് വരുന്ന സമയത്തൊന്നും സപ്ലൈ ഡിമാൻഡ് വർക്കാവില്ല എന്നാണ് പുള്ളിക്കാരൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാഷണാലിറ്റിനനുസരിച്ചല്ല നമ്മളെ ഈ സപ്ലൈ ഡിമാൻഡ് ഇതാക്കുന്നത്. മനുഷ്യൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ സപ്ലൈ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, അൾട്ടിമേറ്റ്ലി മനുഷ്യന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചാണ് മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പെഗിന് ശേഷമുള്ള പെഗുകൾക്കൊന്നും സപ്ലൈ ആൻഡ് ഡിമാൻഡ് വർക്കാവില്ല. അല്ല, പെഗിന്റെ എന്ന് മാത്രമല്ല, മദ്യത്തിന്റെ കേസ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ മദ്യം എന്ന് പറഞ്ഞിട്ട് മദ്യം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. അത് റാഷണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല നമ്മൾ മദ്യം കഴിക്കാൻ വേണ്ടി പോകാന്ന് പറയുന്നത്. നമ്മുടെ ഷോർട്ട് ടൈം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ മദ്യം കഴിക്കുന്നത്. അപ്പൊ റാഷണൽ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ മദ്യം ഉപയോഗിക്കരുത്, സിഗരറ്റ് ഉപയോഗിക്കരുത്. അപ്പം ഈ ഒരു മദ്യത്തിന്റെ കേസിലൊന്നും സപ്ലൈ ഡിമാൻഡ് വർക്ക് ചെയ്യുകയും ചെയ്യരുത്. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്, അപ്പൊ അങ്ങനെ റാഷണൽ ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമായാലും ഇറാഷണൽ ആയിട്ട് എടുക്കുന്ന തീരുമാനമായാലും ഒക്കെ എല്ലായിടത്തും സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ഡിമാൻഡിനെക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ പൈസ കുറയുകയും ചെയ്യും, നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ പൈസ കൂടുകയും ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളതിൽ പ്രസക്തിയില്ല, എന്ത് തീരുമാനം എടുത്തു എന്നുള്ളതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ തീരുമാനിക്കുന്നത്. അങ്ങനെ പറയാം. ഇത് അൾട്ടിമേറ്റ്ലി ഇതിന്റെ സപ്ലൈ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സപ്ലൈ ഡിമാൻഡ് വരുന്നത്, ഒരു കാര്യത്തിന്റെ ഡിമാൻഡ് എന്തുകൊണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഒരു സാധനത്തിന് ഡിമാൻഡ് വരിക എന്നുള്ളതിന്റെ അർത്ഥം ആ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ പൈസ കൊടുത്ത് ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, മനുഷ്യന്റെ സാറ്റിസ്ഫാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സപ്ലൈ ഡിമാൻഡ് എല്ലാം വരുന്നത് അൾട്ടിമേറ്റ്ലി. അപ്പൊ മനുഷ്യൻ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടാവുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നോക്കിയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സാധനം വാങ്ങുന്നത്, നമ്മൾ ജോലിക്ക് പോകുന്നതും ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ബെറ്റർ ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാറ്റിസ്ഫാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ സപ്ലൈ ഡിമാൻഡ്. അപ്പൊ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഒരു സാധനം സപ്ലൈ ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് കൂടി സപ്ലൈ ചെയ്യും. ഒരു സാധനം വാങ്ങിയാലാണ് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫൈ ആവാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വാങ്ങുകയും ചെയ്യും. അതിൽ നമ്മൾ റാഷണൽ ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇറാഷണൽ ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ എന്നുള്ളത് അവിടെ വിഷയമല്ല. അപ്പൊ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ചിന്ത വെച്ചിട്ട് നമ്മൾ ഇത് വാങ്ങണം. ഇപ്പൊ ഈ ലാപ്ടോപ്പ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഇതിലൊക്കെ ടെക്കി ആവും, ഭയങ്കര പോയാവും എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങുന്ന ഒരാളുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പം എനിക്ക് 4 നേരം ഗെയിം കളിക്കാൻ വേണ്ടി ലാപ്ടോപ്പ് വാങ്ങുന്ന ഒരാളുണ്ടാവും. അതൊക്കെ അയാളെ ചിലപ്പോൾ റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കില്ല. അയാൾ ആ പൈസ എടുത്തിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ചിലപ്പം കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് അയാൾക്ക് ഉണ്ടായെന്ന് വരാം. അപ്പൊ അത് അങ്ങനെ എന്ത് തീരുമാനം എടുത്തിട്ട് അയാൾ എത്തിയിട്ടാണെങ്കിൽ അയാൾ ആ ഒരു ഡിസിഷൻ എടുത്തു, അയാളുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ലാപ്ടോപ്പ് വാങ്ങി എന്നുള്ളതാണ് അവിടെ അൾട്ടിമേറ്റ്ലി എഫക്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം വില്ലിംഗ് ആണ് ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം വില്ലിംഗ് ആണ് ഈ ഒരു സാധനം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ രണ്ട് കാര്യത്തിന്റെ ഇക്വിലിബ്രിയം അനുസരിച്ചാണ് ഈ പ്രൈസ് എന്നുള്ള ഒരു സാധനം സെറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അവിടെ റാഷണൽ ആവണം അല്ലെങ്കിൽ ഇറാഷണൽ ആവണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഏത് കണ്ടീഷനിലായിട്ടുണ്ടെങ്കിലും സപ്ലൈയും ഡിമാൻഡും അവിടെ വർക്ക് ചെയ്യും. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ലോ ആണ്.